എല്ലാം ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആരൊക്കെ? എല്ലാവരും. പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. അപ്പോൾ എല്ലാവർക്കും ദൈവം എന്തോ കൊടുത്തിട്ടുണ്ട്. ആലയം പണിക്കൊരു ഒരു 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 റോളുണ്ട് എല്ലാവർക്കും. അത് ചെറിയവർക്കും വലിയവർക്കും എല്ലാം ഉണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഉണ്ടോ? ഞാനത് പറയുമ്പോൾ സന്തോഷത്തോടെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ സഭയിലെ ഒരു അച്ചാനുണ്ടായിരുന്നു. ഒരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന്. ഞാൻ ചോദിച്ചു, അച്ചാൻ എന്ത് ചെയ്യാം, എന്താ അറിയാം? അദ്ദേഹം പറഞ്ഞ്, എന്താ അറിയാമെന്ന് ചോദിച്ചാൽ നല്ല ചായ അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിക്ക് ചായ അടിക്കാൻ എല്ലാ ക്രമീകരണം ചെയ്തു കൊടുത്തു. അപ്പം ഞായറാഴ്ച രാവിലെ പുള്ളി ചായ, ഇപ്പം ഇച്ചിരി സങ്കടം, കാരണം ഈ എന്താണ് ഗ്യാസ് കുറഞ്ഞത് കൊണ്ട് ലൈവ് ചായ അടിക്കാൻ ഇച്ചിരി നമ്മൾ പറഞ്ഞ ഇടയ്ക്കൊക്കെ ഇതിനകത്തൊക്കെ വെക്കാം. എന്തായാലും പുള്ളി രാവിലെ ലൈവ് ചായയുമായിട്ട് നിൽക്കും. എന്ത് മനുഷ്യരാണ് വന്ന് ചായ കുടിക്കും. അപ്പോൾ പുള്ളിയുടെ ഈ വലിയ യോഗം കിടക്കാൻ പുള്ളിക്ക് ഒരു ഡിമാൻഡേ ഉള്ളൂ, പുള്ളിയുടെ അവിടത്തേക്ക് തന്നെ ഒരു മൈക്ക് വെച്ച് കൊടുക്കണം, കാരണം പുള്ളിക്ക് പാട്ട് കേൾക്കണം. പുള്ളി അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് ചായ അടിക്കുന്നത്. അതിൻ്റെ വീഡിയോ ആരാണ്ട് എടുത്ത് അത് ലൈവ് ഭയങ്കര വൈറലായി. പുള്ളി അന്യഭാഷ പറഞ്ഞ് ചായ അടിക്കുന്നു, ചാടി ചായ അടിക്കുക. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. എന്ത് രസമാണെന്നറിയാം കാണാൻ. എല്ലാവരും രാവിലെ വന്നിട്ട് നല്ല കട്ടുപ്പത്തിൽ മധുരം കൂട്ടി ഒരു ചായ എന്നൊക്കെ പറയുമ്പോൾ എടുത്ത് ചായ അടിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു കുടിക്കാൻ ഒരു സുഖമല്ലേ, വെളുപ്പിനെയൊക്കെ വരുന്നവരല്ലേ. അപ്പം ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കർത്താവിന്റെ മോഹൻ സി ലാസറസിൻ്റെ ഒരു മീറ്റിംഗ് കോവിഡിന് തൊട്ട് മുമ്പ്, വെള്ളപ്പൊക്കത്തിന് ശേഷം അവിടെ വെച്ച് നടത്തി. അതൊരു 1500-2000 പേര് കൂടിയ വലിയൊരു മീറ്റിംഗായിരുന്നു. അപ്പോൾ ആ മീറ്റിംഗ് വെച്ച് വന്നിട്ട് പോയ ഒരു വലിയ ദൈവദാസൻ, അദ്ദേഹം എന്നെ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നൊരു ഹൈന്ദവ സഹോദരനാണ്. ഹൈന്ദവ സഹോദരൻ വന്നിട്ട് തിരിച്ചു പോയ വഴിക്ക് പറഞ്ഞു, അപ്പം മുറ്റത്തെല്ലാം LED ബോളും ഒക്കെ ഉണ്ട്, നിങ്ങളവിടെ പ്രസംഗിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ രാവിലെ തൊട്ട് ചായ അടിക്കുന്ന മനുഷ്യനെ ശ്രദ്ധിച്ചു. ഒരു നിരാശയില്ലാതെ ക്ഷീണമില്ലാതെ അടിച്ച്. പുള്ളിയുടെ മുഖത്തൊരു വെട്ടം ഉണ്ടായിരുന്നു. ആ വെട്ടം ഒരു ദൈവതേജസ്സായിരുന്നു. അതെന്നെ സ്വാധീനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എന്തോ ഉണ്ട്, ഒരു റോളുണ്ട്. ഉണ്ടോ? ഉണ്ടോ? എല്ലാവരും പറഞ്ഞേ, എല്ലാവരും കൂടി എന്ത് നടത്തി? പണി നടത്തി. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊരു ഗ്യാപ്പാണ്. അപ്പം കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ഉണർവിനൊരു പണിയുണ്ട്, ഉണർവിനൊരു റോളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമനപ്പെട്ട് എഴുന്നേറ്റ് എഴുതിയിരിക്കുന്ന പോലെ എല്ലാവരും കൂടി പണിതു. ആരൊക്കെ? എല്ലാവരും കൂടെ എന്ത് ചെയ്തു? പണിതു. ദൈവസഭ പണിയപ്പെടുന്നത് ദൈവദാസം മാത്രമല്ല, ദൈവമക്കൾക്ക് എല്ലാവർക്കും റോളുണ്ട്. ഏറ്റവും നല്ലൊരു റോള് ചെയ്യാൻ ഒക്കുന്നത്, ആരെങ്കിലും പുതുതായിട്ട് വന്നാൽ ഒന്ന് ചിരിക്കാൻ ഒക്കുമോ? വലിയൊരു കാര്യമാണ്. ചിലരുടെ മുഖം കണ്ട പിന്നെ ജീവിതത്തിൽ ആ വഴിക്കോട്ട് വരാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ദൈവത്തെ ഓർത്ത് എല്ലാവരും പറയും, ഇനി ഞാൻ വളരെ ലോല മനസ്കനാണ്. എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് മുഖം വീർപ്പിച്ച് എന്നെ കാണിച്ചാൽ ഞാൻ നിങ്ങളെ ഇറക്കി വിടും, അല്ല ഞാൻ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മോന്ത വീർപ്പിച്ച് കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ പ്രസംഗിക്കത്തുള്ളൂ. കാരണം എനിക്ക് വലിയ ഭയമാണ്, ഭാരമാണ് ഇങ്ങനിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ഇമ്പ്രഷൻ എന്താ? നമ്മൾ പ്രസംഗിക്കുന്നത് എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അപ്പം ഒരാൾ മുമ്പിൽ ഒരു സജീവമായിട്ടുണ്ടെങ്കിൽ നമുക്കെന്തോ സന്തോഷമാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഏത് ദൈവദാസനോടും ചെയ്യാവുന്നൊരു ഉപകാരമുണ്ട്, ചിരിച്ചുകൊണ്ടൊന്ന് കാണിക്കുക. ഒരാൾ പുതുതായിട്ട് വന്നാൽ എന്തോ ചെയ്യണം? ഒന്ന് ചിരിച്ച് കാണിക്കണം. സഹോദരൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കണം, അത്രയും മതി. പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയണം, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കണം. ഒരു സഹോദരിയാണെങ്കിൽ മോളെ എന്നൊക്കെ ഒന്ന് വിളിച്ചാൽ, അവർക്ക് പ്രായമുള്ളവരാണെങ്കിൽ മോളെ എന്നൊക്കെ മോൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്നൊക്കെ പറഞ്ഞാൽ, ഇനിയും വരണമെന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും അവിടെ ചെന്ന് സ്നേഹമുള്ളവരെല്ലാവരും കേട്ടോ. അവിടെ ചെന്നപ്പോൾ എല്ലാവരും എന്തായിരുന്നു? സ്നേഹമുള്ളവരാ എന്ന് തോന്നണം. ഇനി ഇല്ലേലും തോന്നിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു റോളുണ്ട്. ഉണ്ടോ? എല്ലാവർക്കും എന്തുണ്ട്? റോളുണ്ട്. പറഞ്ഞേ, എല്ലാവർക്കും എന്തുണ്ട്? ഉണ്ട്. ചിലർ ഭക്ഷണം വെക്കുന്നവരായിരിക്കും, പക്ഷെ അവർക്കും വലിയ റോളാണ്. ചിലർ കസേര ഇടുകയായിരിക്കും, അവർക്കും എന്താണ്? റോളാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, എല്ലാവരെയും കൂടെ നിർത്തി. എന്ന് പറഞ്ഞേ, ഇതിനെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് ഈ ഉണർവിൽ എല്ലാവരെയും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. അപ്പോൾ ഈ ഉണർവ് ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് ദൈവം തന്ന ആശയങ്ങളാണ് പറയുന്നത്. എല്ലാവരെയും കൂടെ നിർത്തണം. വേണ്ടേ? വേണം. വേണ്ടേ? അമ്മച്ചിയെ ഈ മൈക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കട്ടെ. നടക്കുമോ? ഇല്ല. ഞങ്ങളുടെ അവിടെ ഒരു പിള്ളേരിന്ന് ഓപ്പറേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം, എനിക്കിത് അറിയത്തില്ല.
ഞാൻ ചുമ്മാ പറയും, ഇടയിൽ ഹൗള് ചെയ്യുന്നു, ബേസ് കുറയ്ക്ക്, എന്തോ ബാസ് കൂട്ട്, കുറയ്ക്ക്, ട്രിപ്പിൾ കൂട്ടെന്നൊക്കെ പറയും. ഇതൊന്നും അറിയാവുന്നിട്ട് പറയുന്നതല്ല, നമ്മൾ ചുമ്മാ അങ്ങ് പറയുന്ന. ഇവർ വേണ്ടേ? ഞങ്ങളുടെ സഭയിൽ ഒരു പയ്യനെ എന്നും ഒരാളങ്ങ് വഴക്ക് പറയാം, ഹൗള് ചെയ്യുന്നടോ. ഒരു ദിവസം ഇവനങ്ങ് ദേഷ്യം കയറി, ഇവൻ കയറി ആളെ അങ്ങ് പിടിച്ചു, ഇരിക്കടോ ഇവിടെ നിന്ന് പറഞ്ഞു. മോനെ മ്യൂട്ട്, ഇരിക്കടോ അവിടെ നിന്ന് പറഞ്ഞു. ഇടിച്ച് ഞാൻ മ്യൂട്ട് ചെയ്ത്. ഒരാൾ വേണ്ടേ? അച്ഛനറിയാതിരിക്കാൻ? എനിക്കും അറിയത്തില്ല, പേടിക്കണ്ട. അപ്പോൾ ചിലപ്പോൾ ഒരു ഹൗള് ചെയ്തെന്ന് പറയും. ഈ പിണറായി വിജയൻ സാറ് എന്താ ഗോവിന്ദ മാഷ് മൈക്കുകാരുടെ ചൂടായപ്പോൾ കാപ്പിപ്പൊടി അച്ഛൻ പറയുന്നൊരു മറുപടി വൈറലായിരുന്നു. കാപ്പിപ്പൊടി അച്ഛൻ മൈക്കുകാരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പാലായി വെച്ച് പറഞ്ഞു, ഇവർ ചൂടായപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഒരുവനും അവൻ്റെ തൊഴിൽ കുളമാക്കാൻ വേണ്ടി ഒന്നും എന്ത് ചെയ്യത്തില്ല. ഒരാളും അവനവൻ്റെ തൊഴിൽ കുളമാക്കാൻ വേണ്ടി വല്ലതും ചെയ്യുമോ? ഇല്ല. അപ്പോൾ അവൻ്റെ അബദ്ധം പറ്റിയതാ. അവൻ്റെ തൊഴിൽ ഒരിക്കലും കാരണം ഈ സിസ്റ്റം എല്ലാം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുക. ഇതെല്ലാം ഇലക്ട്രിക്കലല്ലേ. ഇപ്പം ചിലപ്പം അതിനകത്ത് ഇവർ ഈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഇവരുടെയും പാടാണ്. ഞങ്ങളുടെ പവർ വിഷനിൽ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കയറുമ്പം പിള്ളേർ പറയും കൂട്ടിക്കോ ശോകമാണ്. നമ്മൾ പതുക്കെയല്ലേ പറയത്തുള്ളൂ. അതേസമയം ഷാജി എംബിൾ പാസ്റ്റർ വരുമ്പോൾ അവർ പറയും രൗദ്രമാണ്, കുറച്ചോളം പറയും. പുള്ളിയുടെ സൗണ്ട് കേട്ടിട്ടില്ലേ? അയ്യോ, പുള്ളി എങ്ങനെ അത്രയും ഒച്ചയെടുത്ത് പറയുന്നത് എനിക്ക് അത്ഭുതമാണ്. എന്നിട്ടും ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതുപോലെ ഒച്ചയാവും പുള്ളിക്ക്, ആവേശം കയറി. പുള്ളി അതാണ്, ഞാനിങ്ങനെയാണ്. അപ്പം ചിലർ കൂട്ടുമ്പം കയറുമ്പം കൂട്ടണം, ചിലർ കയറ്റുമ്പോൾ കുറയ്ക്കണം. ഇതെല്ലാം ചെയ്യാൻ ഒരാൾ വേണ്ടേ? അവരെ നമ്മൾ എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. അവരെന്ത് ചെയ്യണം? കൂടെ നിർത്തണം. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ഒരിടത്ത് ചെന്നപ്പം പാട്ടുകാരെന്നോട് ഒന്ന് പറഞ്ഞാണ്, പാസ്റ്ററെ അന്ന് വന്ന പാസ്റ്റർ ഇവരിറങ്ങിപ്പോയി കാപ്പിടിക്കാനായിട്ട് പോയപ്പം അവരെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പാസ്റ്റർ എപ്പോഴാണ് വന്നേ? അല്ല, ഞാനിപ്പോൾ ഇന്ന് വന്നപ്പം 11:45. മനഃപൂർവ്വമല്ല, ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ 2 മണിയായി. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പം കുറച്ച് കാര്യങ്ങൾ, ഇവിടെ വന്നപ്പം 11:45. പിന്നെ പെട്ടെന്ന് കുളിച്ച് കയറി വന്നാണ്. അപ്പം ഞാൻ 11:45 വരുന്നിടം വരെ ഇവിടെ യോഗം നടക്കണമെങ്കിൽ എന്തോ ചെയ്യണം? പാടാൻ ആൾ വേണം. അപ്പം നിങ്ങൾ താമസിച്ചാൽ ചവിട്ടി നീട്ടേണ്ടതാരാ? പാസ്റ്റർ താമസിച്ചാൽ ചവിട്ടി നീട്ടേണ്ടതാരാ? പാട്ടുകാരാണ്. ചവിട്ടി കുറയ്ക്കേണ്ടത് ആരാ? പാട്ടുകാരാ. സത്യമല്ലേ? 4 മണിയാകുമ്പം ഞങ്ങൾ അവരെന്നോട് പറഞ്ഞാണ്, മൈക്കെല്ലാം സെറ്റ് ചെയ്ത് ഹലോ എന്ന് വെച്ച് പിന്നെ സോളോ പാടി. ആദ്യം ആരും ഇല്ലായിരുന്നു. പാസ്റ്റർ പറഞ്ഞു തുടങ്ങിക്കോളാൻ. ആരും ഇല്ലാതെ ഞങ്ങൾ പാടിത്തുടങ്ങി. കുമാരി ഗായിക പാടുകയാണ്. 5-6 സോളോ ഒക്കെ പാടിയപ്പോഴാണ് പതുക്കെ വരുന്നത്. പിന്നെ കുറേ നേരം കൈയടിച്ച് പാടി, പിന്നെ എഴുന്നേറ്റ് നിന്ന് പാടി. ഇതെല്ലാം 3 മണിക്കൂറായി തുടങ്ങിയിട്ട്. ഇത് കഴിഞ്ഞൊരു വെള്ളം കുടിക്കാൻ പോയതാണോ ഇത്രയും വലിയ പ്രശ്നമെന്ന് ചോദിച്ചു. സത്യമല്ലേ? കാരണം നമുക്കിതിനെപ്പറ്റി വല്ലതും അറിയാവോ? എനിക്കറിയത്തില്ല. എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട് തുടങ്ങരുത്, പറയുകയോ ചെയ്യാവും. കാരണം ഞാൻ തുടങ്ങിയാൽ അവർക്ക് വരാനൊക്കത്തില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മരിച്ചുപോയൊരു ബിജു കർഗയിലില്ലേ, ഗിറ്റാറിസ്റ്റ്, പവർ വിഷൻ്റെ നല്ല പാട്ടുകാരൻ. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, പ്രിൻസ് ഇങ്ങനൊന്നും പോയാൽ പോരാ. ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. നമ്മൾ വല്ലതൊക്കെ അറിയാമെന്ന് തോന്നിപ്പിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചാൽ അതന്നെ ഏത് പാട്ടാണ് പാടുന്നത് നേരത്തെ എന്നോട് പറയാമെങ്കിൽ ഞാൻ അതിൻ്റെ സ്കെയിൽ പറയാം. ഡി മേജർ, അപ്പോൾ ഇങ്ങനെ കാണിക്കണം, മൈനറാണ് ഇങ്ങനെ കാണിക്കും. അപ്പം പുള്ളി എന്നെ പഠിപ്പിച്ചു. അപ്പം ഞാൻ അവസാനം പുള്ളിയെ നോക്കിയിട്ട് പറഞ്ഞു, സോര ഡി മേജർ. അപ്പോൾ ഈ കേൾക്കുന്നവർക്ക് ഓർക്കും എനിക്ക് അതിൻ്റെ സംഗീതമായിട്ട് അറിവുണ്ട്. അന്നാണ് എനിക്ക് പിടികിട്ടിയത് ഈ പറയുന്ന എല്ലാം ഒന്നും അറിയാത്തവരാ. ഇവർ നേരത്തെ ഇവരോടൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ അങ്ങ് പറയുന്നത്. നമുക്ക് തോന്നുന്നു ഇവർക്ക് സംഗീതമായിട്ട് അതൊരു വലിയ അറിവാണ്. പക്ഷേ ഈ പാടണേ ആര് വേണം? ഇവർ വേണം. നമ്മൾ തുടങ്ങിയാൽ ഇതിൻ്റെ കൂടെ വരണമെങ്കിൽ വലിയ പാടാണ്. അതിന് ആര് വേണം? പിള്ളേർ വേണം. ഇനി ഇടയ്ക്ക് നമ്മൾ പാട്ട് പാടിയാൽ ഒന്ന് കൈ അടുപ്പിക്കണേ ആര് വേണം? അവർ വേണം. അവരിടയ്ക്ക് വെള്ളം കുടിക്കാൻ പോയാലും അവരെ എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. അവരെ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ഒരു ഉപദേശമുണ്ട്, ക്ഷമിക്കണേ,
പുള്ളി കയറിയ ഉടനെ വിശ്വാസികളെല്ലാം അങ്ങ് പറയും. അപ്പോൾ എൻ്റെ അമ്മ പുള്ളിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ ഇരിക്കാൻ ഇവരില്ലെങ്കിൽ നീ ആരോട് പ്രസംഗിക്കും? നിങ്ങൾ വന്ന് ഇരുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരോട് പ്രസംഗിക്കും? അപ്പം നിങ്ങൾ വന്ന് ഇരുന്ന് വലിയ കാര്യമല്ലേ? പിന്നെ രാവിലെ തൊട്ടിരിക്കുകയല്ലേ? പ്ലാസ്റ്റിക് അരച്ച ഇരുന്നാൽ നോവത്തില്ലേ കുറച്ച് കഴിയുമ്പോൾ? എന്നിട്ട് നിങ്ങൾ 2-3 മണിക്കൂർ ഇരുന്നില്ലേ? അപ്പം നിങ്ങളും വലിയ കാര്യമല്ലേ? ഇരുന്നില്ലെങ്കിൽ എന്തോ ചെയ്യും? അപ്പം നമുക്കെല്ലാവരും വേണ്ടേ? ഇവരെല്ലാം കൂടെ നിർത്തുന്നതിൻ്റെ പേരെന്താ? ഉണർവാണ്. ഉണർവിൽ എല്ലാവരും കൂടെ വേണം. സഭയാണോ? എല്ലാവരും വേണം. വേണ്ടേ? വേണം. നമുക്കെന്തെങ്കിലും പറയാനൊക്കുമോ? നോഹയുടെ പെട്ടകം പോലെ. നോഹയുടെ പെട്ടകത്തിൽ ജിറാഫില്ലായിരുന്നോ? ജിറാഫിൻ്റെ പ്രശ്നം എന്താ? ജിറാഫിനൊരു പ്രശ്നം, ഇവിടെ നിന്നാലും തല നീട്ടി അപ്പുറത്തുനിന്ന് കടിക്കും. ഈ സഭയിൽ നിൽക്കുമ്പോഴും ആ സഭയിൽ അയ്യോ എൻ്റെ പാസ്റ്റർ എന്താണെന്നറിയാമോ? അവിടെ നമുക്ക് അവിടുത്തെ പോലെ ഡിസിപ്ലിൻഡായിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ മെമ്പർഷിപ്പൊന്നും കൊടുക്കത്തില്ല. അവർ വളരെ സ്തോത്രം രക്തം ചെയ്യും എന്നൊക്കെ പറയുന്നത് ജിറാഫ. എന്നാൽ മോൻ എങ്ങോട്ട് പൊക്കോളം പറഞ്ഞാൽ പോത്തുമില്ല. ഞങ്ങളുടെ ഒരു ഉപദേശം ഉണ്ടായിരുന്നു, അങ്ങനെ വരുന്നവരെ പുള്ളി വണ്ടിയെ ചെന്ന് കയറ്റിയിട്ട് പറയും, മോനെ നിന്നെ ഞാൻ അവിടുത്തെ പാസ്റ്ററുടെ കയ്യിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുക. അല്ലച്ചാ എനിക്ക് പോകണ്ട. അല്ല നീ പോയേ ഒക്കത്തുള്ളൂ. പുള്ളി വണ്ടിയെ കയറ്റിയിട്ട് സൂത്രത്തിൽ വിളിച്ച് കയറ്റി പറയും, മോനെ ആ സഭയിൽ ഞാൻ നിന്നെ കൊണ്ടാക്കാൻ പോവാം, നീ അതിൻ്റെ ഗുണം പറഞ്ഞില്ല. അയ്യോ അച്ഛൻ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് പോകണ്ട. അല്ല മോൻ പോകണം, എൻ്റെ വകയായിട്ട് നിന്നെ ഞാൻ അവിടെ ആക്കുക. പോമോ? ഇല്ല. പക്ഷേ ഇവരും എന്ത് വേണം? കൂടെ നിർത്തണം. വേണ്ടേ? ചിലരുണ്ട് പതുക്കെ വരത്തുള്ളൂ. യോഗം തുടങ്ങി ആടി വളരെ ലാസ്യതയിൽ വന്നിരിക്കും. ഇവരാണ് ഈ ആശീർവാദം കഴിയുന്നതിന് മുമ്പ് എന്തും ചെയ്യും? എഴുന്നേറ്റപ്പോൾ. അങ്ങനെ ആശീർവാദം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പാസ്റ്റർ ദണ്ണപ്പെട്ട് ഒരിക്കൽ പറഞ്ഞു, എല്ലാവരും കണ്ണടച്ച് യേശുവെ രക്തം ചെയ്യും. ഇതാ ഒരു പിശാചി വിട്ടുപോവുകയാണ്, ആലയം വിട്ടുപോകുന്നു. അതോടെ പുള്ളിയുടെ കാര്യത്തിന് തീരുമാനമായി. ഇപ്പോൾ ഇതാ ഒരാൾ ഒരു പിശാച് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. പുള്ളിയുടെ കാര്യത്തിന് തീരുമാനമായി കേട്ടോ. ജനം അങ്ങ് ഒന്നിച്ചു. പുള്ളി എന്താ പൊട്ടിയതാ എന്നും പോന്നതിനും പറഞ്ഞ്. പക്ഷെ പറയാൻ ഒക്കുമോ? ഇല്ല. ഇവരെല്ലാവരും എവിടെ വേണം? കൂടെ നിർത്തണം. കൂടെ നിർത്തിയാലേ നാളെ ഇവർ ശരിയാകത്തും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓർക്കപ്പെടേണ്ടതായി, ഞങ്ങളുടെ ഒരു സഹോദരന് വലിയ കംപ്ലൈൻ്റാണ്, ഇവിടെ നിൽക്കുന്ന പിള്ളേരാരും ആത്മാവിനാൽ പണിയപ്പെട്ടവരാണെന്ന് പറഞ്ഞു. ആത്മാവിനാൽ പണിയപ്പെട്ടവരല്ല. അപ്പം ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞപ്പം ഭയങ്കര മഴ പെയ്തപ്പോഴത്തേന് ഈ വേസ്റ്റ് എല്ലാം കൂടെ കിടന്നങ്ങ് അളിഞ്ഞ് പൊളിഞ്ഞ് അങ്ങ് കുളമായി. നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുള്ള പ്രോപ്പർ സംവിധാനങ്ങൾ ഇപ്പോഴും ഇല്ലല്ലോ. അപ്പം ഇതെല്ലാം കൂടെ വാരി ഞങ്ങളുടെ വേറൊരു സ്ഥലത്ത് കൊണ്ടൊരു കുഴിയെടുത്തെല്ലാം മറയ്ക്കാൻ വേണ്ടി ഇവർ വണ്ടിയിലോട്ട് കയറ്റി കൊണ്ടുപോകുമ്പോൾ ഇതിനകത്ത് ഡബ്ബ മറഞ്ഞു പോയി. ഇത് പിന്നെ അവർ വാരിയിട്ടു. ഇപ്പം കുറേ പിള്ളേരുണ്ട്, എല്ലാം ഇച്ചിരി മുടിയൊക്കെ ഉള്ളവരും പാവം പിടിച്ച പിള്ളേരൊക്കെ. നിങ്ങളെല്ലാം കൂടെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വന്നപ്പോൾ നാറിപ്പുഴുത്താണ് വരുന്നത്. അയ്യോ അളിഞ്ഞ് പൊളിഞ്ഞ് കഷ്ടം തോന്നും. അപ്പോൾ വന്ന കൂട്ടത്തിൽ വന്ന ആളിനോട് പറഞ്ഞു, പാസ്റ്റർ ജി ഇനി വന്നേ, ഞങ്ങളെ കണ്ടോ? കണ്ടു മക്കളെ. ആത്മാവിനാൽ പണിയപ്പെട്ട ആരെങ്കിലും വേസ്റ്റ് കോരാൻ കിട്ടുമോ? ഞാൻ ചോദിക്കുക, ഈ മുമ്പിൽ ഇരുന്ന് കൈയടിച്ച് ആരാധിക്കുന്ന ഒറ്റയാളെ വേസ്റ്റ് കോരാൻ കിട്ടുമോ? വേസ്റ്റ് കോരണമെങ്കിൽ ഈ മുടി വളർത്തിയവനും കീറിയ പാൻ്റ് ഇട്ടവനും ലോ വേസ്റ്റ് ഇട്ടവനും ഒക്കെ എന്തിനു കിട്ടത്തുള്ളൂ? കസേര ഇടാനും ഒക്കെ കിട്ടത്തുള്ളൂ. അല്ല, ആത്മാവിനാൽ പണിയപ്പെട്ട ആരെങ്കിലും പോസ്റ്റ് ഒട്ടിക്കാൻ കിട്ടുമോ? കിട്ടത്തില്ല. അല്ല, വലിയ കുടുംബമഹിമ പറയുന്ന ആരെങ്കിലും കിട്ടുമോ? ഞാൻ 10,000 പേരുള്ള ഒരു സഭയുടെ പാസ്റ്റർ, കിട്ടത്തില്ല. ഇതിനാര് വേണം? അവരുടെ ഭാഷയെ പറഞ്ഞാൽ ആത്മാവിനാൽ അവരൊക്കെ അങ്ങ് പണിയപ്പെട്ടോളൂ. ഇവരെല്ലാം കൂടെ നിർത്തുന്നതിൻ്റെ പേരാണ് പാസ്റ്റർ. പാസ്റ്റർക്ക് എല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. വേണ്ടേ? എല്ലാവരും എന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ? കൂടെ നിർത്തണ്ടേ? വേണ്ടേ? അതോ പറഞ്ഞു വിടണോ? പറഞ്ഞു വിടണോ? വേണ്ട. ഞങ്ങളുടെ അവിടെ ഒരു ഇച്ചിരി ബീഡി വലിക്കുന്നവരൊക്കെ ചർച്ച വരുന്നുണ്ട്, സത്യമാണ്. ഞാൻ അവരെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചപ്പോൾ അവിടെ സഹോദരിമാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ചായം വിടരുത്. അച്ചായം വിട്ടാൽ കുറയത്തില്ല, ഇത് കൂടത്തേ ഉള്ളൂ. 2, ഞങ്ങളെ എന്തിനു വിടത്തില്ല? യോഗത്തിന് വിടത്തില്ല. 3, ഞങ്ങളുടെ പിള്ളേരെ എന്തിനു വിടത്തില്ല? യോഗത്തിന് വിടത്തില്ല. അത് വേണോ? അച്ഛൻ അവിടെ വന്നിരിക്കുന്നുണ്ട്, പാസ്റ്റർക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്നെ ഓർത്ത് അച്ഛൻ അവിടെ, സത്യമല്ലേ? നാളെ ഇവരെന്തോ ചെയ്യും? ഇവരെല്ലാം ശരിയാവും.
എൻ്റെ അനുഭവത്തിൽ ഇവരെല്ലാം ഞങ്ങളുടെ ഒരു അച്ചായൻ എന്നും വലി നിർത്തും വലിക്കും. അപ്പം പപ്പ പുള്ളിയോട് ദൂത് പറഞ്ഞു, നീ ഇനിയും വലിച്ചാൽ നീ ഇരിക്കുന്ന കമ്പിൽ നിന്ന് കുട്ടിഞ്ഞ് താഴെ വീണ് വീടി വലിക്കുന്ന കൈ ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഒരു മരത്തെ കയറി ഇരുന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എടി കുഞ്ഞോഞ്ചാൻ ദൂത് വീടി കത്തിച്ചോണ്ടാണ് പറയുന്നത്, ആ താഴെ വീഴും, വീടി വലിക്കുന്ന കൈ ഒടിയുമെന്ന് പറഞ്ഞത് താഴെ വന്ന ആ പ്ലാസ്റ്റർ ഇട്ടപ്പോൾ വീടി വലി നിർത്തി. പക്ഷെ പിന്നെ എന്ത് തുടങ്ങി? വീടി വലി തുടങ്ങി. പാവമാണ്, എന്നും ആഗ്രഹമുണ്ട്, ഒക്കുന്നില്ല. ഒടുവിലൊരു മോളുണ്ടായിരുന്നു, സുന്ദരി ഒരു പെണ്ണ പിടിക്കുക. അവിടെ ബ്രസ്റ്റിലൊരു തടിപ്പ് വന്നപ്പോൾ അവൾ ബയോപ്സിക്ക് പോകുമ്പോൾ അപ്പാട് പറഞ്ഞു, അപ്പാ ക്യാൻസർ ആണെങ്കിൽ എൻ്റെ ജീവിതം തീർന്നില്ലേ, കൊച്ചു പെണ്ണ്. ആ പുള്ളി അവിടെ നെഞ്ചത്ത് വിട്ട് സത്യം ചെയ്ത്, കർത്താവെ ഞാൻ ഇന്നും വിട്ട് വീഡിയോയിൽ നിർത്തുക, എൻ്റെ കൊച്ചിനെ രക്ഷിക്കണം. അതോടുകൂടി ശരിയായി. വർഷങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും എന്താകും? ശരിയാവും. പറഞ്ഞേ, എല്ലാവരും എന്താകും? ശരിയാവും. എല്ലാവരും എന്താകും? ശരിയാവും. ഉറക്കെ പറഞ്ഞേ, എല്ലാവരും പറ, ശരിയാവും. നമ്മൾ ശരിയായില്ലേ? നമ്മൾ ശരിയായ എല്ലാവരും ശരിയാവും. എല്ലാവരും ശരിയാവും. നമ്മൾ സ്പേസ് കൊടുത്താൽ മതി. വചന കേൾവിയാലാണ് എല്ലാവരും എന്താകുന്നത്? ശരിയാണ്. പിന്നെ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺസെപ്റ്റ് അല്ല ദൈവത്തിൻ്റെ, കേട്ടോ. ദൈവം സ്നേഹമാണ്. ദൈവം എന്താണ്? സ്നേഹമാണ്. ഫലം കായ്ക്കുമെന്ന് വെച്ചിട്ട് കർത്താവ് വെട്ടിക്കളയാതെ എന്ത് ചെയ്തിരിക്കുക? നിർത്തിയിരിക്കുക ആണോ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. പറഞ്ഞേ, എല്ലാവരെയും കൂടെ നിർത്തണം. ആരെയും കളയരുത്, ആരും ഒഴിവായിപ്പോൾ. ഇനി ചിലപ്പോൾ അനിവാര്യമായി ചിലതൊക്കെ സംഭവിച്ചെന്ന് വരും. പക്ഷേ അപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ സ്പേസ് കൊടുക്കുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. ഞങ്ങളുടെ സഭയിൽ ഒരു കുഞ്ഞ് വന്നപ്പോൾ അവൻ്റെ മുടി വളർത്തിയെന്നും പറഞ്ഞുകൊണ്ട് മുടി വളർന്ന ചെറുക്കനെ എല്ലാവരും കൂടെ ബലമായിട്ട് കൊണ്ട് മോനെ ഒന്ന് മ്യൂട്ടെ, എവിടെ നിന്ന് കേട്ടെങ്കിൽ പിന്നെ കൂടെ നിർത്തുക. പക്ഷേ ഈ കൂടെ നിർത്താത്ത കുറേ വിശുദ്ധരുണ്ട്. അവരുടെ വിശുദ്ധി കേട്ടാൽ അവർ ഭൂലോക അഹങ്കാരികളാണ്. ജന്മത്ത് പറഞ്ഞാൽ കേൾക്കാത്ത കുറേ പേരുണ്ട്. അവരോട് ദൈവം നേരിട്ട് പറയും. അവർക്ക് കുറച്ച് വെളിപ്പാടും കാണും. മോനെ മ്യൂട്ട്.
വയ്യ. വിശുദ്ധ പറയാനൊക്കുമോ? അടിക്കാനൊക്കുമോ? ഞാൻ പറഞ്ഞു ഏറ്റെടുത്തിരിക്കുന്നു, പ്രാർത്ഥിക്കണേ. പക്ഷേ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും എല്ലാവരെയും എന്തു ചെയ്യണം? സകലവിധ 153 മീനും എവിടെ കയറി? അതിനെപ്പറ്റിയുള്ള ഒരു വ്യാഖ്യാനം, ആ കടലിൽ 153 ഉള്ളായിരുന്നു ഇനം. എല്ലാ ഇനവും എവിടെ കയറി? വലയിൽ കയറി. 153 ഇനം മീനുണ്ടായിരുന്നു. അതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തി. 153 എത്ര മീനാണ്? വലിയ മീൻ. വലിയ മീൻ എന്ന് പറയുമ്പോൾ സ്രാഗിൻ്റെ അല്ലെങ്കിൽ വലിയ വലിപ്പം ഏതായാലും നമ്മുടെ കൊച്ചു മീൻ കാണത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടി എല്ലാ മീനും എന്താ? വലുതാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ചെറുതെന്ന് പറയുന്ന മീനും എന്താ? വലുതാണ്. 153 എത്ര മീനാണ്? ഏതായാലും അയല എന്തോ വളർന്നാലും സ്രാഗിൻ്റെ ആകുമോ? ഏതായാലും അയല അവിടെ കാണുമോ? ചിലപ്പം കണ്ടേക്കാം. മത്തി എത്ര വളർന്നാലും വലുതാവുമോ? ഇല്ല. നമുക്ക് വലിയ മത്തിയാന്ന് പറയുന്നത് എത്രയുണ്ട്? ഈ വലിയ നെന്മീൻ മത്തി എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ. ഏതാ ഈ മസ്കറ്റ്, ഒമാൻ മത്തിയൊക്കെ എന്ന് പറഞ്ഞാലും ഇത്രയല്ലേ ഉള്ളൂ. എന്നാലും കർത്താവ് അതിനെ വിളിച്ച എന്താ? 153. അപ്പോൾ ഓരോരുത്തരും ആരുടെ ദൃഷ്ടി വലുതാ? ദൈവത്തിൻ്റെ ദൃഷ്ടി വലുതാ. പറഞ്ഞ് എല്ലാവരെയും എന്ത് ചെയ്തു? കൂടെ നിർത്തി. ഇനി അടുത്തൊരു വാക്യം നമ്മൾ ഓർക്കപ്പെടേണ്ട കാര്യം, അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൻ്റെ എന്തിട്ടു? അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ എന്ത് ചെയ്തു? ആർത്തുഘോഷിച്ചു. അത് വളരെ ഗൗരവമായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ട് ഈ അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ശേഷ്ബശർ എന്ന് പറഞ്ഞ ഒരാളാണ് അടിസ്ഥാനം ഇട്ടെന്ന് രാജാവിന് കത്തയക്കുമ്പോൾ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ പൊന്നുപ്രിയരെ, ഇവിടെ അത് പറയുന്നുണ്ടോ? ആരുടെയെങ്കിലും പേര് ഉണ്ടോ? ഇല്ല. ആരടിസ്ഥാനം ഇട്ടേ? 10-ാം വാക്യം. പണിയുന്നവർ മതി. അവർ അടുത്ത വാക്യം, അടുത്ത 11, അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൻ്റെ ആരാ ഇട്ടത്? അവർ. ആരാ? അവർ. പക്ഷെ ഒരാളായിരിക്കും ഇട്ടത്. ഫൗണ്ടേഷൻ സ്റ്റോൺ വാസ് ലൈഡ് ബൈ സോ ആൻഡ് സോ എന്ന് എഴുതിയോ? ഇല്ല. ശേഷ്ബശർ എന്നൊരു പേര് പിന്നെ കാണുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അത് രാജാവിന് കത്തയക്കുമ്പോഴാണ്. ഇവിടെ ഈ കാര്യം പറയുമ്പോൾ മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ ആരുടെ പേരില്ല? ഇട്ട ആളുടെ പേരില്ല. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഉണർവിൽ ആരില്ല? ഒരു വ്യക്തിയില്ല. അതെപ്പോഴും ഓർത്തോണം. ദൈവസഭയ്ക്കകത്ത് ആര് പ്രാധാന്യം ഇല്ല? വ്യക്തിക്ക് പ്രാധാന്യം. നമ്മളിന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വ്യക്തിക്കാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരു വീഡിയോയിൽ ഒരു പാർട്ടിയുടെ മൈക്കിൻ്റെ ജീപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് പോകുമ്പോൾ ഫ്രണ്ടിലിരിക്കാൻ വേണ്ടി അടിയുക. ഇതൊക്കെ പിള്ളേരെടുക്കുക. എന്നോ ഒരു വളിപ്പാണ്. ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടി അടിയാണ്. സ്റ്റേജ് ഒടിഞ്ഞു പോയാലും എല്ലാം സ്റ്റേജിൽ കയറി നിൽക്കും, താഴെ ആരും കാണത്തില്ല. ഇതൊക്കെയാണ് ചില പാർട്ടിയുടെയൊക്കെ ഗതികേട്. എന്തോ ആയിക്കോട്ടെ, സത്യത്തിൽ ഉണർവിൽ ആരില്ല? ഞാനില്ല, നമ്മളേ ഉള്ളൂ. ഒരു കാര്യം പറഞ്ഞേ, ഉണർവിൽ ആരില്ല? ഞാനില്ല, പിന്നെ ആരേ ഉള്ളൂ? നമ്മളേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആളുടെ കാര്യം കൈ പിടിച്ചെന്ന് പറഞ്ഞേര്. ഉണർവിൽ ഞാനൊന്നുമില്ല, പക്ഷെ ആരുണ്ട്? ഞാനില്ല, പക്ഷെ ആരുണ്ട്? നമ്മളുണ്ട്. ഉണർവിന് ഞാനൊരു ഘടകമല്ല, പിന്നെ ആരാ? നമ്മളാണ്. ഇവിടെ വ്യക്തി കേന്ദ്രീകൃതമല്ല ദൈവരാജ്യത്തിൻ്റെ ഉണർവ്. വ്യക്തി കേന്ദ്രീകൃതമാണെങ്കിൽ അത് നിന്നു പോകും. എന്നാൽ ദൈവകേന്ദ്രീകൃതമാണെങ്കിൽ അവിടെ വ്യക്തിക്ക് എന്തില്ല? പ്രാധാന്യം. പിന്നെ ദൈവം നമ്മളെ ഉപയോഗിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹാമനസ്സെന്ന് ഓർത്താൽ മതി. എന്നാൽ പലപ്പോഴും നമുക്ക് ഈ ഈഗോ ഭയങ്കരമാണ്. അത് ചെറിയ കാര്യത്തിന് പോലും ഈഗോ വലുതാണ്. ചില സഭകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഗ്രൂപ്പ് സോങ്ങിൻ്റെ ഒക്കെ സെലക്ഷൻ വരുമ്പോൾ 80 കഴിഞ്ഞവരും പാടാൻ നിൽക്കുക. അതുകൊണ്ട് പലയിടത്തും ഇപ്പോൾ ഒഡീഷൻ ടെസ്റ്റൊക്കെ ആക്കി. അതുകൊണ്ട് വേറെ കുഴപ്പമുണ്ട്. ആത്മാവുള്ള ഒറ്റ ഒരുത്തനും അവിടെ ഇല്ല, എല്ലാം ഒഡീഷനായിപ്പോയി. രണ്ടും പ്രശ്നമാണ്. പരിശുദ്ധാത്മാവുള്ളവരില്ല, എല്ലാം ആരായി? ഒഡീഷൻ ടെസ്റ്റ്. അവർ സ്വരമാധുര്യവും താളവും മേലയും ഒക്കെ നോക്കുന്നത്. ഇതെല്ലാം വേണ്ടേ? എല്ലാം വേണം. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്നാണ് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ വ്യക്തി പ്രാധാന്യമായതുകൊണ്ട് ഉണർവിൽ ഓർത്തോണം ആരില്ല?
വ്യക്തികളില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഒരാൾ വിളിച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു കൺവെൻഷൻ്റെ പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലെ ഫോട്ടോ ആരോട് ചോദിച്ചിട്ടാണ് ഇട്ടെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു, എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ മക്കൾ ഏതാണ്ട് ഗൂഗിളിൽ നിന്നാണ്ട് എടുത്താൽ കിട്ടാം, എല്ലാവരുടെയും ഫോട്ടോ അവിടെ ഇവിടെ കാണുമല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, അതല്ല, ഞാൻ ഈ അടുത്തിടയ്ക്ക് പോയി, പുള്ളി സ്പെഷ്യലായിട്ടൊരു വലിയ കോസ്മെറ്റിക്സൊക്കെ ഇട്ട് പോയി, പുള്ളിയുടെ ഫാഷൻ ഫോട്ടോഗ്രാഫറെ കൊണ്ട് എടുപ്പിച്ച ഫോട്ടോ വേണമായിരുന്നു ഇടാൻ. അത് ഇടാഞ്ഞതിനാണ് എന്നെ പള്ളു പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ആഗ്രഹം തോന്നി, തൻ്റെ ആധാർ കാർഡിലെ ഫോട്ടോ ഞാനും കിട്ടേക്കാം. നമ്മൾ ഇടുവാണെങ്കിൽ ഏതോ ഇടണം. ഈ ആധാർ കാർഡുമായിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ കയറി പോകാൻ നോക്കണം. അവിടോട്ട് നോക്കിയാൽ ഈ ഹിന്ദിക്കാർ, CRPFകാരെ നോക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാരണം ആധാർ കാർഡ് കണ്ടാൽ നമ്മളാണ്. എന്തിനറിയാം, എൻ്റെ ആധാർ കാർഡും കൊണ്ട് വോട്ട് ചെയ്യാൻ പോയിട്ട് പുള്ളി എന്നെ എത്ര വട്ടം നോക്കിയെന്നറിയാം. ഈ ഇരിക്കുന്ന ആൾക്ക് അറിയത്തില്ല. അപ്പം പുറകെ ഇരുന്നിട്ട് പറഞ്ഞ് നമുക്കറിയാവുന്ന ആളാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എന്നെ നോക്കുക, ആധാർ കാർഡെ നോക്കുക. അപ്പോൾ ആര് ഫോട്ടോ ഇടാൻ കൊടുത്താൽ ഏത് ഫോട്ടോ കൊടുക്കുക? ആധാർ. അതുകൊണ്ടൊരു സോക്കേട് അങ്ങ് നിൽക്കും. ഈ ഒരേ മ്യൂട്ട്. സോറി, എൻ്റെ ദൈവമേ. എൻ്റെ ദൈവമേ, സത്യത്തിൽ എന്തോന്ന് ഫോട്ടോ എനിക്കറിയാൻ വേണ്ടി. എന്തോ ഈ ഫോട്ടോ, നമ്മൾ എന്തിനാ ഈ ഹേർട്ടാന്നേ? ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് വരികയാണ്. അപ്പം ഈ ഫ്ലെക്സിൽ നമുക്ക് ഈ ഫോട്ടോ അടിച്ചേക്കും. അപ്പം ഞാൻ ഉറങ്ങിപ്പോയി. എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വണ്ടി നിർത്തി എന്നെ വിളിച്ചോണ്ടി, അച്ഛാ അത് കണ്ടോ അച്ഛാ? അവന് റിവേഴ്സ് എടുത്തു. അച്ഛാ അത് കണ്ണച്ചാ. നോക്കിയപ്പോൾ സത്യം കേട്ടോ, അടിപൊളി ഒരു ഫോട്ടോ ആയിരുന്നു. ഒരു ഭൂട്ടാൻ ഫ്ലെക്സിൽ ഞാനിരിക്കുക. ഡിസൈൻ ചെയ്തവനെ സമ്മതിക്കണം, നല്ല അടിപൊളി ഡിസൈൻ. ഇപ്പം പെട്ടെന്ന് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവാ. ഈ മരത്തെ എന്നെ കെട്ടി വെച്ചേക്കുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വാക്യം വന്നത്, മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാവരും, മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാവരും ശാപം പിടിക്കാൻ കുറേയുണ്ട്. എല്ലാത്തിനും എന്നെ ഉൾപ്പെടെ ഇരിക്കുക. അതിൻ്റെ ഫോട്ടോയ്ക്കാണ് നമുക്ക് വഴക്ക്. അപ്പോൾ ആരും ഓർത്തോണം, വ്യക്തിക്ക് എന്തില്ല? പ്രാധാന്യമില്ല. ഉണ്ടോ? ഇല്ല. ഈ വ്യക്തി പ്രാധാന്യം വരുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്. മരുമോൾ വീട്ടിൽ വരുമ്പോൾ എന്തിനാ വഴക്ക്? സത്യമായിട്ടും പറ, എന്തിനാ വഴക്ക്? മരുമോൾ വരുമ്പോൾ അടുക്കള കയറി എന്നുള്ളതാണ് പ്രശ്നം. ഇന്നലെ വരെ അടുക്കള അമ്മച്ചിയുടെ വകയായിരുന്നു. അവിടോട്ടൊരു കൊച്ചു കയറിയപ്പോൾ ഇവക്ക് വെക്കാൻ അറിയത്തില്ല. അയ്യോ, അവൾ കറി വെച്ചാൽ വായ്ക്ക് വെക്കാൻ കൊള്ളത്തില്ല, ഞങ്ങളുടെ അച്ഛനാണെ പിടിക്കത്തില്ല. സത്യത്തിൽ ഇതൊന്നും അല്ല വിഷയം. അതായത് നായ ഒരു വീട്ടിൽ വന്നു, നമ്മുടെ വീട്ടിലൊരു കൊടിച്ചിപ്പട്ടി വന്നു. അതെന്തോ എന്നറിയാം, 2-3 ദിവസം നമ്മൾ ഇച്ചിരി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് മൂത്രം ഒഴിക്കും, നമ്മുടെ അതിരിഞ്ഞു ചുറ്റും. സത്യമാണ്. എന്നിട്ട് അവൻ്റെ ഒരു അതിരുണ്ടാക്കും. പിന്നെ വേറൊരു പട്ടി അങ്ങോട്ട് വന്നാൽ ഇവനിങ്ങനെ ഒരു നിപ്പുണ്ട്, അവനങ്ങ് പോന്നും കണ്ടില്ല. അപ്പം പറയാതൊരു പറയും, തിണ്ണമെടുക്ക് കാണിക്കുക. കണ്ടിട്ടുണ്ടോ? ഈ ചാവാലിപ്പട്ടി ഒരു നിപ്പ് നിൽക്കും, മറ്റവൻ കൂടിപ്പോവും. കാരണം ഇവൻ്റെ അതിനകത്ത് കയറിയത്. അമ്മായിമ്മയുടെ അതിനകത്ത് മരുമോള് കയറുമ്പോൾ ഒരു നിപ്പില്ലേ, ഇത് തന്നെ എല്ലായിടത്തും ഉണ്ട്. ഇതെല്ലാം ഈഗോയുടെ പ്രശ്നമാണ്. ഇന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, എന്ത് പോകാൻ? ഈഗോ പോകാൻ പ്രാർത്ഥിക്കണം. എന്നാലേ നമ്മൾ ദൈവരാജ്യ ഉണർവ് ഉപയോഗിക്കപ്പെടത്തുള്ളൂ. ഉണർവിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമ്മുടെ എന്തോ പോകണം? ഈഗോ പോകണം. ഈഗോ പോകാൻ ദൈവത്തെ അനുവദിച്ചാൽ പല സ്ഥലങ്ങളിലിട്ട് ദൈവം നമ്മളെ പണിയും. ഈ നമ്മളെ കുരിശിൽ, കർത്താവിനെ കുരിശിൽ തറച്ചു, നമ്മളും ക്രൂശിക്കപ്പെടണം. ക്രൂശിക്കപ്പെടാൻ ഒരിക്കലും നമുക്ക് സ്വയം കറി ആണിയടിക്കാൻ ഒക്കുമോ? ഇല്ല. അതിന് നമ്മളെ ദൈവം ഓരോരുത്തരെ വിടും, എന്തടിക്കാൻ? ആണിയടിക്കാൻ. അപ്പോഴെല്ലാം ഓർത്തോണം, കർത്താവിൻ്റെ നമ്മളെ ഓരോരുത്തരെ ആണിയടിക്കുന്നത്. ആണിയടിക്കുമ്പോൾ ഓർത്തോണം, തമ്പുരാൻ അനുവദിച്ച് എന്ത് ചെയ്തതാ? പെട്ടതാ. എന്തിനാ? നമ്മൾ ക്രൂശിക്കപ്പെടാൻ, നമ്മുടെ ഈഗോ പോകാനാണ്. ഈഗോ ചവിട്ടി കുഴച്ച് റെഡിയാക്കിയാലേ നമ്മളെ ഉപയോഗിക്കത്തുള്ളൂ. അന്നാലേ ഞാനല്ല ക്രിസ്തു എന്ന് പറയത്തുള്ളൂ. എന്നാലേ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമെന്ന് പറയത്തുള്ളൂ.
അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ ആണി അടിക്കാൻ ദൈവം മറ്റുള്ളവരെ അയക്കുമ്പോൾ അനുവദിക്കണ്ടേ? സഭാപരിപാലനത്തിലൊക്കെ നമ്മൾ പലപ്പോഴും വലിയ സ്റ്റാറായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഇന്നർ സർക്കിളിനകത്ത് അടിക്കപ്പെട്ട ആണിക്ക് കയ്യും കർത്താവിന് 5 ഉള്ളായിരുന്നു, നമ്മൾ അടിക്കാവുന്നിടത്തെല്ലാം അടിച്ചു. പക്ഷേ അടിക്കാവുന്നിടത്ത് അടിക്കുമ്പോൾ ഓർത്തോണം, ദൈവം നമ്മളെ ക്രൂശിക്കപ്പെടാൻ അനുവദിക്കുക. എന്തിനാ? നമ്മൾ മാറാൻ വേണ്ടിയാണ്, നമ്മുടെ ഈഗോ ത്രെട്ട് മാറാൻ വേണ്ടി. ഭയങ്കര അപകടം. ഉണർവിൻ്റെ തടസ്സം, സഭയ്ക്ക് തടസ്സം എന്താ? ഈഗോയാണ്. ചെറിയ കാര്യമല്ല. ഈഗോ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മളെ തൊടുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. സൺഡേ സ്കൂളിനെ ടീച്ചറെ തൊടുമ്പോഴേ ടീച്ചർക്ക് അറിയത്തുള്ളൂ. പാട്ടിന്ന് ഒന്ന് മറ്റൊരാൾ വന്ന് വർഷിപ്പ് ലീഡർ ഉണ്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ മോനൊന്ന് മാറി നിൽക്കാൻ കൊടുക്കാൻ പറയുമ്പോൾ പുള്ളിയുടെ അറിയത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞ് സ്വത്രാഴ്ചയ്ക്ക് ഒരു പാട്ട്, ഞാനൊരു ഭാഷായതിന് പാട്ട് പാടാൻ പറഞ്ഞു, പെട്ടെന്ന് താണ്ട് ഒരു പാട്ടുകാരത്തി ഗസ്റ്റായിട്ട് കയറി പറഞ്ഞു, നമ്മൾ ആ കൊച്ചിൻ്റെ മുഖം മാറും. കൊച്ചിൻ്റെ മുഖം മാത്രമാണോ? കൊച്ചിൻ്റെ അമ്മ ഇങ്ങനെ എൻ്റെ കൊച്ചിന് പറഞ്ഞു, അവൾ റെഡിയായിട്ടിരുന്നു, മേലും ഞങ്ങളുടെ കൊച്ചു പാടുന്നില്ല, ഇനിയും പാടുന്ന പ്രശ്നമേയില്ല. കണ്ടിട്ടുണ്ടോ? ഇവിടെ അല്ല, അവിടെ റാന്നിയിൽ നമ്മുടെ സ്ഥലത്ത്. എന്നാ പ്രശ്നം? ഈഗോയാണ്. ആരാ അടിസ്ഥാനം ഇട്ടേ? ആരടിസ്ഥാനം ഇട്ടെന്ന? ആരും ഇല്ല, ഞാനല്ല, എല്ലാവരും കൂടെ അടിസ്ഥാനം ഇട്ടു. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഞാൻ ഉണർവിനും ദൈവസഭയ്ക്കും തടസ്സമാകല്ലേ. ഇപ്പം ഞാൻ പറയുമ്പോൾ ഞാനും പറയുക, ഞാൻ എന്തിനു തടസ്സമാകല്ലേ? ഉണർവിന് തടസ്സമാകല്ലേ. ഒന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ച്, ഞാൻ തടസ്സമാകല്ലേ, എന്നെ ഞാൻ ക്രൂശിക്കാൻ അനുവദിക്കണം. ചിലപ്പോൾ അത് പല രീതിയിലായിരിക്കും ക്രൂശിക്കപ്പെടുക. ദൈവം ഓരോരുത്തരെ അനുവദിക്കും ക്രൂശിക്കാൻ, അല്ലേ? അതിന് ദൈവം പല വഴികളുണ്ടാകും. ഞാൻ പറയും, കുടുംബം ഒരു വിശുദ്ധീകരണ സ്ഥലമാണ്. ചെറുക്കൻ ആരായിരുന്നറിയാം? ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. അവൻ്റെ അമ്മയാണെങ്കിൽ രാവിലെ അവന് കല്ലേന്ന് ചൂട് ദോശ ഇങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കും. കല്ലേന്ന് മോനെ ഇങ്ങനെ ഗ്യാസിൽ നിന്ന് ഇങ്ങനെ ചൂട് ദോശ. അവനങ്ങ് ചൂട് കിട്ടിയാലേ കഴിക്കത്തുള്ളൂ. അവൻ്റെ താളത്തിന് ആര് നിൽക്കും? അമ്മ നിൽക്കും. അവന് ഒരു ദിവസം ദോശയാണെങ്കിൽ ഒരു ദിവസം ഇഡ്ഡലി വേണം, ഒരു ദിവസം ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പൊള്ളിച്ച് കൊണ്ട് കൊടുക്കും. അവൻ ഫ്രിഡ്ജിൽ വെച്ചതൊന്നും കഴിക്കത്തില്ല. അന്നെന്നുള്ളത് എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ. അവൻ കല്യാണം കഴിച്ചൊരു പെണ്ണ് വന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ചൂടോടെ തരുന്ന വേണേ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. മൈക്രോവനിൽ വെച്ച് ചൂടാക്കി. ഇപ്പോൾ അവനൊരു കുഴപ്പവും ഇല്ല. ഇവനെ വിശുദ്ധീകരിച്ചത് ആരാ? പെണ്ണ് വന്നപ്പോൾ അവനിപ്പം ദേഷ്യമുണ്ടോ? അവനെ ദേഷ്യപ്പെടാതെ? അവൾ IT എഞ്ചിനീയറാണ്, ഞെക്ക് കൊടുത്തിട്ട് അവൾ പോവും. അവനിപ്പം ദേഷ്യമുണ്ടോ? ഇല്ല. അവനിപ്പം കണ്ട മൈക്രോവനിലോട്ട് ഒരു ഇച്ചിരി സാമ്പാർ ഒഴിച്ച് ഒരു ഇച്ചിരി മീനും വെച്ച് ചൂടാക്കിയിട്ട് തന്നെ തിന്നുന്ന കണ്ടോ? ഇവനെന്നെ പ്രശ്നമില്ലാത്ത? അവനെ വിശുദ്ധീകരിച്ചു. ആരാ? ഭാര്യ വിശുദ്ധീകരിക്കാൻ, ഇവൻ്റെ ദേഷ്യം മാറ്റാൻ, ആണി അടിക്കാൻ വിട്ടു ഒന്നിനെ. അവൾ പറയും, കളിക്കരുത്, അതങ്ങ് അമ്മയുടെ എടുക്കൽ. ഇവിടെ ഇതൊക്കെ ഒക്കത്തുള്ളൂ, വേണേ മതി, ഞാനും ജോലി ചെയ്യാം. തീർന്നില്ലേ? തീർന്നു. അവൾ എന്നൊരു ഒരുക്കമായിരുന്നു അറിയാം. എൻ്റെ പൊന്നെ, അവൾ കളറൊക്കെ അടിച്ച് അവളങ്ങനെ സ്റ്റൈലായി നടക്കുകയാണ്. അവൾക്കൊരു 3 പിള്ളേരുണ്ടായി, എല്ലാം ഹൈപ്പറാണ്. ഒറ്റ ഒരെണ്ണം അടക്കി നിൽക്കാത്ത 3 എണ്ണത്തെ കൊണ്ട് അവളിങ്ങനെ ഓട്ടടാ. ഞാൻ ഇവളെ കണ്ടു ഒരു എവിടെയെന്നറിയാം, മാളിൻ്റെ മുമ്പിൽ വെച്ച്. ഞാൻ നോക്കിയപ്പോൾ കാലെ 2 ചെരുപ്പ് കിടക്കും. അവൾ ഇറങ്ങി ഓടിയപ്പോൾ വിടാൻ മറന്നുപോയതാണ്. ഇതിനെല്ലാം അപ്പം ഞാൻ ചോദിച്ചു, മോളെ ഈ കാലേ? അച്ഛാ, ഇത് ന്യൂ ട്രെൻഡാന്ന് പറഞ്ഞു. അപ്പം ഈ ഭയങ്കര ഒരുക്കക്കാരത്തിയെ വിശുദ്ധീകരിക്കാൻ തമ്പുരാൻ ആരെ വിട്ടു? 3 പിള്ളേരെ വിട്ടു. അതോടെ ഇവളിപ്പോൾ ഒരുക്കവും ഇല്ല, അവളുടെ ആ ഫാഷനെല്ലാം അങ്ങ് പോയി. അവൾക്ക് നേരമില്ല. കണ്ടോ? അത് ദൈവം ക്രൂശിക്കുക. അമ്മച്ചി ഭയങ്കര, ഞാൻ പറഞ്ഞ സംഭവമല്ലായിരുന്നു. മരുമോൾ വന്ന് പറഞ്ഞു, അടുക്കള ഞാൻ ഏറ്റോളാം, അമ്മച്ചിക്ക് വേണ്ട ഒക്കെ അങ്ങോട്ട് തന്നോളൂ. അമ്മച്ചി ഇപ്പം എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നുണ്ട്, ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. പാട്ട് പാടാൻ പറയുമ്പോൾ കാന്തന്നെ കാണുക. ഇപ്പം അമ്മച്ചിക്ക് ഭയങ്കര പ്രത്യാശയാണ്. അമ്മച്ചിക്ക് പ്രത്യാശ ഉണ്ടായത് ആര് വന്നപ്പോഴാണ്? അമ്മച്ചി ഇത്രയും നാൾ അമ്മച്ചി എല്ലാവരെയും ആണിയടിക്കുക. ഇപ്പം അമ്മച്ചി യോഗത്തിനൊക്കെ വന്നു, എന്നു തീരും എൻ്റെ കഷ്ടം ഇനി മണ്ണിട്. ആ വൈബ്രേഷനൊക്കെ ഇട്ട് അമ്മച്ചിക്ക് പ്രത്യാശ, ഇപ്പം കർത്താവ് വരണം എന്നുള്ള ആഗ്രഹമായി. അമ്മച്ചി മരിക്കാൻ റെഡിയായി. എന്താ കാര്യം? വിശുദ്ധീകരിക്കാൻ ഒരാളെ വിട്ടതാണ്. ആണി അടിച്ചില്ലേ? ഇത്രയും നാളും എല്ലാവരെയും ആണി അടിക്കുമായിരുന്നു അമ്മച്ചി. അമ്മായിമ്മയെ ആണി അടിച്ചു, നാത്തൂനെ ആണി അടിച്ചു, ഭർത്താവിനെ ആണി അടിച്ചു, വിരട്ടി
അധികാരിയായിട്ട് വാണരുളിയവൾ ഇപ്പോൾ പ്രത്യാശ നാട്ടിലോട്ട് പോകാതിരിക്കുക. ആണിയടിച്ചില്ലേ? അപ്പം ദൈവം നമ്മുടെ ഈഗോയെ തകർക്കാൻ, ഞാനെന്ന ഭാവത്തെ തകർക്കാൻ അനുവദിക്കുന്നതിനെല്ലാം സ്തോത്രം ചെയ്യണം. പല നിലകളിലായിരിക്കും. ഞങ്ങളുടെ ഒരു ഉപദേശി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു വിശ്വാസി പുറകിൽ നിന്ന് എഴുന്നേറ്റ് പിതൃപുത്ര പരിശുദ്ധാത്മാ ത്രിയേക ദൈവത്തിൻ്റെ വാഴും അനുഗ്രഹവും കൂട്ടായ്മയും എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ, ആമേൻ. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. എന്തോ ചെയ്യും എന്ന് പറ. എന്തോ ചെയ്യും? അവസാനം അവൻ്റെ അപ്പ ചെന്ന് പറഞ്ഞ് ഇട്ടിച്ചതിനെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ പുള്ളി ഒതുങ്ങിയത്. അത് പോട്ടെ, വേറൊരു കാര്യം. എന്തോ ചെയ്യും? ഇതെല്ലാം ആണിയടിക്കാൻ നമ്മുടെ ക്ഷമ, നമ്മുടെ സഹനം, നമ്മുടെ ദേഷ്യം, നമ്മുടെ ഞാനെന്ന ഭാവം, ഇതെല്ലാം തകർക്കാൻ ദൈവം അനുവദിക്കാൻ എന്നാലേ ഉണർവിനെ നമ്മളെ ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂ. ഉണർവിൽ ആരില്ല? ഞാനില്ല. പക്ഷെ ആരുണ്ട്? നമ്മളുണ്ട്. സഭയ്ക്ക് ആര് വേണ്ട? ഞാൻ വേണ്ട കേട്ടോ, ഞാൻ വേണ്ട. ഞാൻ ഓർത്തു ഞാനുള്ളതുകൊണ്ടാണ് സഭ പോകുന്നത്. ഞാനും സഭയുടെ ഇപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്, പാസ്റ്റർക്കൊക്കെ അറിയും. അവരെല്ലാം കൂടെ സഭയെ കൊണ്ടുപോകും. ഇപ്പം ഞാനൊരു വട്ടം അമേരിക്കയിൽ പോയി ഇപ്പം കുറച്ച് ദിവസം മാറിയെന്ന്. അപ്പം ഞാൻ സത്യത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? പാസ്റ്റർ പോയപ്പോഴത്തേനും ഇവിടെ പക്ഷേ എന്തോ ഒരു അഭാവം ഉണ്ടായിരുന്നു. അയ്യോ എന്ന് കേൾക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. ഞാൻ ഞങ്ങളുടെ ഒരു ആൻറ്റിയെ വിളിച്ചു, ആൻറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പക്ഷേ പാസ്റ്റർ ഉള്ളിടത്തിനേക്കാട്ടും നല്ലതായിരുന്നു. ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമായിട്ട് ഇവിടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പാസ്റ്റർ ഉള്ളതിനെക്കാട്ടും എന്തോ ഒരു ദൈവോചനമായിരുന്നു നമ്മുടെ ദൈവാസന്മാർ. തീർന്നില്ലേ? തീർന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവരാജ്യത്തിന് ആര് വേണ്ട? ഞാൻ വേണ്ട. ഞാനില്ലേലും ദൈവം കൊണ്ടുപോയിക്കോളും. പക്ഷെ ഞാൻ നിൽക്കുന്ന എനിക്ക് വേണ്ടിയാണ്. എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ആണോ? എല്ലാവരും കൂടി എന്ത് ചെയ്തു? അടിസ്ഥാനം ഇട്ട്. ഇനി അടുത്ത വാക്യത്തിൽ അടിസ്ഥാനം ഇട്ടപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. അടിസ്ഥാനം ഇട്ടപ്പോൾ പിതൃഭവന പുരോഹിതന്മാരിലും 12-ാം വാക്യം ലേവ്യരിലും പിതൃഭവനത്താരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള 12 പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. ഇങ്ങനെ കരച്ചിന്റെയും അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. അപ്പം ഇവിടെ എത്ര വർഷമായിട്ട് ഇപ്പം ആലയില്ല? 70. അപ്പം ഇവിടെ കണ്ടു മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ളവരാ. മുൻപിലത്തെ ആലയം കണ്ടിട്ടോ? അങ്ങനെയാണോ? ആണോ? അപ്പോൾ ഈ മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ളവർക്കിപ്പം അവരാണ് കരഞ്ഞത്. അവർക്കിപ്പോൾ എത്ര വയസ്സ് കാണും? 80-85 വയസ്സുണ്ട്. കാരണം നമ്മുടെ ഒരു ഓർമ്മ ഒരു 10 വയസ്സ് തൊട്ടല്ലേ ഉള്ളൂ. പള്ളി പോയതും യേശു കർത്താവിനെയും പള്ളി കൊണ്ടുവന്നപ്പോൾ എത്ര വയസ്സായിരുന്നു? 12 ആയിരുന്നു. അപ്പോൾ ഒരു 12 വയസ്സുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 വയസ്സോ 15 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ കരഞ്ഞവരെല്ലാം ഒരു 85 ആണ്, അല്ലെ 80+ ആണ്. ആണോ? ശരിയല്ലേ? ആണേ? ഏതായാലും കുഞ്ഞിൻ്റെ ഓർമ്മ, ഒരു വയസ്സുള്ള കുഞ്ഞ് ഏതായാലും ഇത് ഓർക്കത്തില്ലല്ലോ. പള്ളിയിൽ പോയതും പെരുന്നാളിന് ഓടിയതും എല്ലാം ഓർക്കണമെങ്കിൽ ഒരു 80+ ഉണ്ട്. അപ്പോൾ അവരാണ് എന്ത് ചെയ്തത്? കരഞ്ഞത്. ആർത്തത് ആരായിരിക്കും? ആർത്തത് പിള്ളേരാണ്. ഇവരെന്തോ കണ്ടിട്ടില്ല. ഇവർ ജനിച്ചത് എവിടാ? അപ്പം ബാബേലിലാണ്. അതുകൊണ്ടാണ് സെരുബാബേൽ ഈ പുള്ളിയൊക്കെയാണ്. ഇവരൊക്കെ മിക്കവാറും ജനിച്ചത് എവിടെ ആയിരിക്കും? ബാബേലില്ല. ഇവരെന്തോ കണ്ടിട്ടില്ല. പക്ഷേ ഇവർക്ക് എന്തോ അറിയാം. ആലയം ഉണ്ടായിരുന്നറിയാം. മറ്റൊരാലയം കണ്ടിട്ടുണ്ട്. ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലയം കാണാൻ മരിക്കുന്നതിന് മുമ്പ് എന്ത് കാണണം? ആലയം കാണും. ഇവരിനി ആലയം പണിത എത്ര നാളോട് ജീവിക്കും? ഈ ആലയം പണിയുന്ന കണ്ടാൽ ഇനി ഇവർ എത്ര നാളോടുണ്ട്? ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ കാലിലെല്ലാം നീരൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ യാത്ര കൊണ്ടൊക്കെ. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്തിരുന്ന് ഈ വിവരങ്ങളെല്ലാം തിരക്കി. പുള്ളി എഴുന്നേറ്റ് ഇന്ന് അടുത്ത പ്രസംഗിച്ചാൽ പറഞ്ഞു, സമീപ ഭാവിയിൽ ഈ ലോകം വിട്ടുപോകേണ്ട കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അകത്തൊരു ഇടുത്തി വെട്ടിപ്പോയി. ചേച്ചി ഒന്ന് ഓർത്ത് നോക്കിയ, സമീപ ഭാവിയിൽ പോകേണ്ട കുറേ പേര്, അയ്യോ നമ്മുടെ അകത്തൊരു ഇടുത്തി വെട്ടിപ്പോയി. എന്നാലും ഞാൻ പറയട്ടെ, ഈ 80 വയസ്സ് അല്ലെ 85 വയസ്സുള്ള അപ്പച്ചൻ ആലയം കണ്ടു, കരഞ്ഞു. ഇനി എത്ര നാൾ കാണും? ഈ ആലയത്തിന് ഇത്രയും മില്യൺ റുപ്പീസാണ്. അപ്പോൾ ഈ ആർത്തത് പിള്ളേരാണ്. പിള്ളേർ അവിടെ ജനിച്ചവരായിരിക്കും. അവരെന്തോ കണ്ടിട്ടില്ല.
ആലയം കണ്ടിട്ടില്ല. അവരൂടെ വന്നു, അവരൂടെ ആലയം പണിതു, ആലയത്തിന് കൂടി, അവരാർത്ത് ഘോഷിച്ചു. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവർക്ക് ആർക്കാനേ അറിയത്തുള്ളൂ. എന്തിനറിയത്തില്ല? കരയെ അറിയത്തില്ല. അത് സത്യമാണ്. പിള്ളേരെന്ത് ചെയ്യത്തില്ല? കരയത്തില്ല. പക്ഷെ അവർക്കെന്തോ അറിയാം. ആർക്കറിയാം? ഉദാഹരണം പറഞ്ഞാൽ, ഈ ഞാൻ പലപ്പോഴും കല്യാണമൊക്കെ നടത്തുമ്പോഴും പറ്റുന്നത്, കേശവൻ സാറൊക്കെ ഭയങ്കര പ്രൗഢഗംഭീരമായിട്ട് കല്യാണം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം അവസാനം കല്യാണം നടത്തി കഴിയുമ്പോൾ പുള്ളിയുടെ ഒരു ഗംഭീര ശബ്ദം ഉണ്ടായിരുന്നു. ഇപ്പം പ്രായമായി. It is indeed my joy and privilege to introduce the newly married couple for the first time, Mrs. and Mr. എന്ന് പറഞ്ഞിട്ട് come on, let's clap your hands എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മുമ്പിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ അമ്മ എന്തോ ചെയ്യും? കരയും. ചെറുക്കൻ്റെ അമ്മയും കരയും. അപ്പന്മാരും ചിലർ കരയും. പക്ഷേ ഈ പെൺപിള്ളേരുടെ കൂട്ടുകാർ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒന്നിനും തുണിയും മണിയും ഒന്നും ഇല്ലാത്ത കുറേ സാധനം പുറകെ നിൽപ്പുണ്ട്. ഇതുങ്ങൾ എന്തോ അടിക്കുന്നറിയാം? വിസിലടിക്കും. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതുകൊണ്ട് എന്നോട് പല പാസ്റ്റർമാരും പറഞ്ഞിട്ടുണ്ട്, കല്യാണം നടത്തി അപ്പം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കണം. കാരണം പിന്നെ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അതിന് മുമ്പ് നമ്മൾ സ്ഥലം വിട്ടോണം. ഇവർ പിന്നെ കൈയടക്കിയാൽ ഹേയ് ഹൂയ് ഹായ് ഒക്കെ വെക്കും. നമുക്കത് ചരക്ക്. എന്നെ സംബന്ധിച്ച് ഞാനിവിടെ കൂടെ കൂടുന്ന ഒരാളാണ്, എന്നാൽ പോലും പാടാണ്. അപ്പോൾ സത്യത്തിൽ ഈ പിള്ളേരെന്തോ ചെയ്യും? ആർക്കും വലിയവരെന്ത് ചെയ്യും? കരയും. ഇന്നത്തെ ഈ പിള്ളേരെ ഞാൻ ജെൻസി എന്ന് വിളിക്കുക. ജെൻസി എത്ര വയസ്സുണ്ട്? ഏത് വർഷം തൊട്ടുള്ള ജെൻസി? 1997 to 2012. അതല്ല ജെൻസി. ജെൻസി ഭയങ്കര വൈബ്രൻ്റാണ്. ജെൻസി ഭയങ്കര ക്രിയേറ്റീവാണ്. നേപ്പാളിലെ ഭരണകൂടം ഇളക്കി മറിച്ചത് ജെൻസിയാണ്. ഇന്ത്യൻ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ഇവിടുത്തെ ജെൻസി ഇളകിയ ഇത് തന്നെ സംഭവിക്കും. ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. കാര്യമായ വാർത്താ പ്രാധാന്യം അതിന് കൊടുത്തില്ല ജെൻസി ഇളകുന്നതിന്. ജെൻസി ഭയങ്കര ക്രിയേറ്റീവാണ്. ജെൻസി പണ്ടത്തെ പോലെ ഒരു IT കമ്പനി ജോലിക്ക് കയറിയാൽ കടിച്ചു പോയി കിടക്കത്തില്ല. ഇഷ്ടപ്പെട്ടില്ല, ഇട്ടേച്ച് പോകും. അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഇസ് ദയർ നേച്ചർ. അവരാർക്കും അങ്ങനെ വഴങ്ങി കൊടുക്കത്തില്ല. എന്നാൽ അവർ ജെനുവിനാണ്, അവർ സ്നേഹമുള്ളവരാണ്, സത്യസന്ധരാണ്. അവർക്ക് കുറേ ഗുണമുണ്ട്. ജാതി പറയുമോ? ജാതി പറയുമോ? പുതിയ തലമുറ പറയത്തില്ല. നമ്മുടെ വീട്ടിൽ ജാതി പറയും, ഈ അമ്മയ്ക്ക് ഭ്രാന്ത, ഇവരെന്നെ. നമ്മളിങ്ങനെ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഇരിക്കുന്നവരെ വറുത്ത് പൊരിച്ച് മസാല കൂടെ ഇടത്തില്ലേ? കുറ്റം കേൾക്കാൻ ആരിയിരിക്കത്തില്ല. ജെൻസി കുറ്റം കേൾക്കത്തില്ല. അവർ കുറ്റം കേൾക്കത്തില്ല. അമ്മയ്ക്ക് ഭ്രാന്താണ്, വെല്ലനും കുറ്റം, വൃത്തിയായിട്ട് പറയും. അപ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇവർക്ക്. ഉണ്ടോ? ഉണ്ട്, ഒത്തിരി ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ പിള്ളേർ കരയത്തൊന്നുമില്ല ഇവർക്ക് ആർക്കും. പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ആലയം പണിതിട്ട് ഇവർ കാത്തില്ലെങ്കിൽ ഈ അപ്പച്ചൻ എത്ര നാളൂടെ കാണും? അപ്പച്ചനൊരു സമീപ ഭാവിയിൽ പോകേണ്ടവരല്ലേ? ഞാൻ നല്ല അർത്ഥത്തിലേ എടുക്കാവും. എനിക്കിപ്പോൾ എൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. എനിക്കിപ്പോൾ 54 വയസ്സായി. ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു എക്സിക്യൂട്ടീവ് കൂടി ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചു. 30 വയസ്സിൽ താഴെയുള്ള പാസ്റ്റർമാരുടെ എണ്ണം എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്കുലി പരിമിതമായവരുള്ളൂ 30 വയസ്സിൽ താഴെയുള്ള പാസ്റ്റേഴ്സ്. എല്ലാവരും 50+ ആണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പാസ്റ്റേഴ്സിൽ മേജർ ചങ്കും 50 വയസ്സിൽ മേലുള്ളവർ. എനിക്ക് 50 വയസ്സായി. ഇപ്പോൾ 20 വർഷം കഴിയുമ്പോൾ എനിക്ക് 74 വയസ്സാവും, കർത്താവ് വന്നില്ലെങ്കിൽ. അന്ന് ഞാൻ ക്ഷീണിക്കുമ്പോൾ ഈ 30 വയസ്സുള്ളവൻ അന്ന് 50 ആയാലേ അവനെ സെൻട്രൽ പാസ്റ്ററാക്കി കല്യാണം കഴിപ്പിക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഏൽപ്പിക്കാനൊക്കത്തുള്ളൂ. ദൗർഭാഗ്യവശാൽ 30 താഴെയുള്ള പല ഉപദേശിമാരും ഒരു സഭയിലുമില്ല. അല്ല, ഇനിയും വലിയ സഭകളെ മുഴുവൻ ഞാൻ പോയി സർവേ എടുത്തതാണ്. 60 വയസ്സിൽ മേലുള്ളവരാണ് കൂടുതൽ. ഈ പിള്ളേർ ആർക്കാനാണെങ്കിലും കൂടി വന്നാൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, 12 വയസ്സിൽ താഴെയുള്ള ഇവരെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോരുന്ന, ഈ 12 വയസ്സിൽ താഴെയുള്ള ഇവരെയൊക്കെ കയ്യെ പിടിച്ചുകൊണ്ടെങ്കിൽ പോകുന്ന എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ഒരു 15-ന് മേളിലുള്ള എത്ര പേരുണ്ട്? കൈ പൊക്കിക്ക്. 1 2 3 4 5 5 പേരുള്ളത് മഹാഭാഗ്യ. പലയിടത്തും പൂജ്യമായിരുന്നു. സത്യം ഞാൻ പറയുന്നത്. കാരണം നാളെ ആരില്ല. ഈ ഇരിക്കുന്നവരെല്ലാം പോയി കഴിഞ്ഞാലും പിള്ളേർ വേണം. അതുകൊണ്ട് ആര് വന്നു? ആർക്കെന്ന് പിള്ളേർ വന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, നാളെ സഭയുണ്ടാകണമെങ്കിൽ ഈ പിള്ളേരുടെ ഇടയിൽ വലിയൊരു ഉണർവുണ്ടാകണം. എന്നാലേ നാളെ സഭയുള്ളൂ. 20 വർഷം കഴിഞ്ഞ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് 54 വയസ്സായി. അത് വലിയ പ്രായം കൊണ്ട് പറയല്ല. 54 വയസ്സായി. 20 വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ട്, ദൈവം നടത്തുന്നത്. അപ്പോൾ ഞാൻ ഒരു 20 വർഷം കഴിയുമ്പോൾ എൻ്റെ സ്ഥിതി ദൈവം നടത്തട്ടെ, കർത്താവ് നടത്തട്ടെ. പാസ്റ്റർക്ക് എത്ര വയസ്സായി? 52ആയി. 52. എൻ്റെ കട്ടിളേത് 52ആയി. എന്നാലും പാസ്റ്റർക്ക് ഒരു 20 വർഷം കഴിയുമ്പോൾ 72 ആകത്തില്ലേ? 72 ആകുമ്പോൾ ഓടി നടക്കാൻ പാടല്ലേ? അന്ന് പിള്ളേർ വേണ്ടേ? പിള്ളേർ വേണമെങ്കിൽ ഇപ്പോഴേ എന്താകണം?
സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പിള്ളേർ വേണം. അത് നമ്മുടെ വലിയൊരു ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അടിയന്തര പ്രാധാന്യം പ്രാർത്ഥിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു ഉണർവുണ്ടാകും. ഇവരെല്ലാം ചർച്ച വരണം. ഒരു 12 വയസ്സ് മേലുള്ള മക്കൾ ഒത്തിരി പേര് ചർച്ച വന്നാലേ 10 വർഷം കഴിയുമ്പോൾ അവർക്ക് 10 22 ഇവർ വേണം നാളെ ജോലി ചെയ്ത് ദശാംശം തരാൻ. അന്നത്തേനും നമ്മൾ ദശാംശം തരുന്നവരിലൊക്കെ തീരും. പിന്നെ ഞാൻ പറയുന്നത് സത്യമല്ലേ? ഇവർ ദശാംശം തന്നില്ലേ സഭ എങ്ങനെ പോവും? കാരണം ഇപ്പോഴത്തെ പല പിള്ളേർക്കും എന്ത് ഇഷ്ടമില്ല. ഇവരിപ്പം സഭ വന്നാലേ നാളെ അവർക്ക് ജോലി കിട്ടുമ്പോൾ അവർ ദശാംശം തരത്തുള്ളൂ. അവർക്ക് ദശാംശം എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികം പറയല്ല, ദൈവം നടത്തിക്കോളും, അത് വേറെ കാര്യം. പക്ഷേ മക്കളിത് പഠിക്കണ്ടേ? അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് വലിയൊരു ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇവർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം. ഇല്ലെങ്കിൽ ഇന്ത്യൻ സഭ വലിയ വെല്ലുവിളി കൂടെ പോകും. അത് റിയാലിറ്റിയാണ്. ഇവിടെ ആർപ്പിൻ്റെ ശബ്ദം കേട്ടു. ഇവരാർത്തോട്ടെ, നമ്മൾ കരയാം. നമ്മളെന്തിനു കരയണം? ഇവരാർക്കുന്നവരിവിടെ വരാൻ വേണ്ടി കരയണം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കരച്ചിൽ എന്തായിരിക്കണം? നമ്മൾ കരയുന്നതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളൊരു പങ്കം വരണം. ജെൻസി എഴുന്നേക്കണം. 97 ശേഷമുള്ളവരും ആൽഫായും കൂടെ വന്നാൽ ഇവരിപ്പം ട്രെയിൻഡ് ആയാൽ 10 വർഷം കഴിയുമ്പോൾ ഇവിടെ ശക്തരായ ഒരു യുവ സുവിശേഷകർ എഴുന്നേക്കും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് അറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഈ ആലയം എന്തിനാ? നമ്മുടെ മക്കൾ കൂടെ ഇല്ലെങ്കിൽ ഈ ആലയം എന്തിനാണ്? ഇത് ലോങ് ടൈമിൽ നിൽക്കണ്ടേ? എന്തിനാണ് ആലയത്തോട് ഈ പ്രശ്നം? ആലയത്തോട് പ്രശ്നമുണ്ട്. ഏത് ആലയം പണിക്കും ഒരു തടസ്സം. ഞാനിപ്പോൾ ഒരു കൺവെൻഷൻ നടത്തിയാൽ അത്രയും തടസ്സം കാണത്തില്ല. കാരണം കൺവെൻഷൻ കഴിയുമ്പോൾ അതങ്ങ് തീരും. പക്ഷേ ഒരു ആലയം പണിതാൽ നമ്മൾ മരിച്ചാലും ആലയം നിൽക്കും. നമ്മൾ മരിച്ചാലും എന്ത് കാണും? ആലയം കാണും. എൻ്റെ അപ്പച്ചനാണ് തുടങ്ങിയത്. അപ്പച്ചൻ മരിച്ചു, അപ്പ മരിച്ചു, അമ്മ മരിച്ചു, എന്നിട്ടും ആലയമുണ്ട്. അപ്പോൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം, നമ്മളൊരു ആലയം പണിയുന്നതിന് അതാ തടസ്സം. നമ്മൾ പോയാലും എന്ത് നിൽക്കും? ആലയം നിൽക്കും. കാരണം അവിടെ പിള്ളേർ വേണം, എന്നാലേ അവിടെ ആലയം നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അടച്ചിടേണ്ടി വരും. യൂറോപ്പിലൊക്കെ പറ്റിയാതെ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വലിയൊരു ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു എന്തുണ്ടാകണം? ഉണർവുണ്ടാകണം. അതിനപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഫ്രണ്ടിൽ വന്ന് ഇന്ന് പ്രാർത്ഥിക്കുക. അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കെല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു ഉണർവുണ്ടാകണം. നമ്മൾ കരയുമ്പോൾ അവരെന്ത് ചെയ്യട്ടെ? ആർക്കട്ടെ, അല്ലേ? അവർ കരയുമ്പോൾ നമ്മൾ ചിലപ്പം പാടുന്നത് പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും എന്നൊക്കെ ആയിരിക്കും പാടി കരയുമ്പോൾ. അവർ ഈയിടയ്ക്ക് പാടുന്ന ഭയങ്കര ഈയിടയ്ക്ക് കാന്തായുടെ ഒരു പാട്ട് പാടിയ എന്തായിരുന്നു? ആർക്കാണ് പറയാം? മോനെ പാട്ട് പാടുന്ന പിള്ളേരാരെങ്കിലും ഒരു ഭയങ്കര ട്രെൻഡ് ഒരു പാട്ട് എറണാകുളത്ത് നടത്തിയല്ലോ. കാന്ത അവിടെ ട്രൂപ്പ് ഒരു ഭയങ്കര ക്ലാസിക്കൽ പാട്ട് റീമിക്സ് ചെയ്ത് ചാടി മറിഞ്ഞൊരു പാടുന്ന പാട്ടുണ്ട്. ഭയങ്കര ഒരു പിള്ളേരായിരുന്നു. ഒരു ക്ലാസിക്കൽ പാട്ടിനെ അവർ റീമിക്സ് ചെയ്താണ്. യേശുദാസൊക്കെ പണ്ട് പാടിയൊരു പാട്ടിനെ റീമിക്സ് ചെയ്ത പാട്ട്. മോനറിയത്തില്ലടാ അഖിലേ? എൻ്റെ എന്താ പോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇവരാർക്കത്തേ ഉള്ളൂ. ആർക്കണ്ടേ? ആർക്കണം. എന്നാലേ നാളെ അവരെന്ത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവരാർക്കാൻ കൂടെ നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കരയണം. നമ്മൾ കരയണം. ഇവരെല്ലാം വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാനത് സങ്കടത്തോടെ പറയാൻ കാര്യം, എനിക്ക് എൻ്റെ പിള്ളേരുടെ ഇന്നത്തെ പ്രായമാകുന്ന സമയത്ത് ഞാൻ സുവിശേഷ വേലയ്ക്ക് പ്രിപ്പയർഡായിരുന്നു. അന്ന് എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ പ്രസംഗം ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുന്നത് ഞാനായിരുന്നു. ബാക്കി എല്ലാത്തിനും എനിക്കൊരു വശമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സങ്കടം, എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ അന്ന് ഒരുങ്ങിയ ഒരുക്കം എൻ്റെ മക്കൾക്ക് ഇന്ന് വരെ ആയിട്ടില്ല. അവർ മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉള്ള ഒരുക്കമായിട്ടില്ല. അതെന്നെ വളരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ പ്രായത്തിൽ പ്രിപ്പയർഡായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച പല പിള്ളേരും ഒരുങ്ങിയിട്ടില്ല. ഇന്ന് അവരൊരുങ്ങിയില്ലെങ്കിൽ, കാരണം എൻ്റെ അപ്പ പോകുമ്പോൾ ചിരിച്ചോണ്ടാണ് പോകുന്നത്. കാരണം ഞാൻ റെഡിയായി. ഞാൻ ആ ലൈനിലുണ്ടായിരുന്നു. എല്ലാ ശുശ്രൂഷയും ചെയ്യാൻ അക്സെപ്റ്റഡ് ആയിരുന്നു. അത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പപ്പ മാറിയപ്പോൾ ഒരു കൺഫ്യൂഷനില്ലായിരുന്നു. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യമില്ലായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് സിങ്കായിപ്പോയി. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇവരൊന്ന് പ്രിപ്പയർ ആകാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. മനസ്സിലായോ ദൂത്? ഗൗരവം മനസ്സിലായോ? സീരിയസ് ആയിട്ട് അതിന് പലപ്പോഴും തടസ്സമാകുന്നത് ഈ പിള്ളേർ വരാൻ തടസ്സം ആരാ? ഇവന്മാരൊന്ന് വരുമ്പോൾ ഒരു നോട്ടമുണ്ട് അവരതോടുകൂടി അങ്ങ് പൊക്കോളും.
ഇവരെ കെട്ടിപ്പിടിക്കണം. മക്കൾ വരാൻ പറയണം, എടാ പൊന്നെ ചക്കര എന്നൊക്കെ വിളിക്കണമെന്നേ. ഈ അമേരിക്കയിലുള്ള പിള്ളേർ ഇന്ത്യയിൽ വരും. അമ്മച്ചിക്ക് മലയാളം അറിയാവുന്നിട്ടാണോ? അമ്മച്ചിക്ക് ഇംഗ്ലീഷ് അറിയാവും, പിള്ളേർക്ക് മലയാളം അറിയാവും. പിന്നെന്തിനാ പിള്ളേർ വരുന്ന അമ്മച്ചിയെ കാണാൻ? അപ്പോൾ നമ്മൾ പറയും ജനറേഷൻ ഗ്യാപ്പ്. ഒരു ഗ്യാപ്പും ഇല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലൊരു അമ്മച്ചി കൊച്ചുവൻ വന്നു. കൊച്ചുവൻ അമ്മച്ചിയെ കാണാൻ വരുന്ന അമ്മച്ചി നല്ല കരിമീൻ വറുത്ത് വെച്ച് ആറ്റുമീന. അവനോട് ചോദിച്ചു, മോനെ ആട്മീൻ കൂട്ടുമോ എന്ന് ചോദിച്ചു. ആട്മീൻ കൂട്ടുമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു യാ. അമ്മച്ചി കാണിച്ചു കൊടുത്തു. അവൻ മുള്ളില്ലാതെ കഴിച്ചു. അമ്മച്ചിക്ക് മുള്ളൊന്നും പറയാൻ അറിയത്തില്ല, ബാൺ തീൻ താണെന്നും അമ്മച്ചിക്ക് അറിയത്തില്ല. പക്ഷെ ആട്മീൻ കൂട്ടുമോ എന്ന് ചോദിച്ചു. അവൻ അമ്മച്ചിയുടെ അടുത്തിരിക്കുകയാണ്. എന്തിനാണ്? അമ്മച്ചിക്ക് സ്നേഹമാണ്. അപ്പോൾ ഈ വരുന്ന മക്കളെല്ലാം നമ്മളങ്ങ് സ്നേഹിച്ചാൽ മതി. അവർക്ക് വേണ്ടി കരഞ്ഞ് എന്ത് ചെയ്യണം? എല്ലാം ശരിയാവും. പറഞ്ഞേ, എല്ലാവരും ശരിയാകും. നമ്മൾ ശരിയായില്ലേ, എന്നാൽ എല്ലാവരും എന്താകും? ശരിയാവും. വിശ്വസിച്ച് എല്ലാവരും ശരിയാകും. നമ്മൾ കരഞ്ഞാൽ മതി. നാളെ ഈ പിള്ളേർ ഇവിടെ കിടന്ന് ആർക്കും. ആർപ്പ് സന്തോഷത്തിൻ്റെ ആർപ്പാണ്. അവരാർക്കണമെങ്കിൽ നമ്മൾ കരയണം. നമ്മുടെ കരച്ചിൽ ദൈവസന്നിധി എത്തുമ്പോൾ ആർക്കാൻ ദൈവം മക്കളെ കൊണ്ടുവരും. അങ്ങനെ യുവാക്കളുടെ വലിയൊരു ഉണർവുണ്ടാകാൻ, അത് ഞാൻ രണ്ടോട് ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ സഭകൾ ശുഷ്കമാകും. നമ്മുടെ സഭകൾ പ്രതിസന്ധിയിലൂടെ പോകും. അതുണ്ടാകാതിരിക്കാൻ നമുക്കിപ്പോൾ ഒരു 12 മേലുള്ള കുഞ്ഞുങ്ങളുടെ വലിയൊരു ഉണർവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുറച്ചേറെ നേരം പ്രാർത്ഥിക്കണം. മക്കൾ മുമ്പിൽ വന്ന് നിന്ന് ഞങ്ങൾ യു ആർ റെപ്രസെൻറ്റിങ് എ ജനറേഷൻ. ഓൾ ദ ചിൽഡ്രൻ you can come forward and you are representing a not only you but a generation. മനസ്സിലാകുന്നുണ്ടോ? ജനറേഷൻ. കുഞ്ഞും പാടാ. യു ആർ റെപ്രസെൻറ്റിങ് എ ജനറേഷൻ. മനസ്സിലായ മക്കൾക്ക്? നമ്മൾ ഇവരെ വെച്ചുകൊണ്ട് ഒരു ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നിന്നേ. നിങ്ങൾ തിരിഞ്ഞു നിന്നു, അങ്ങോട്ട് തിരിഞ്ഞു. അത് നിങ്ങൾ 2-3 പേര് ഇന്ന് പ്രാർത്ഥിച്ചു. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് മക്കളെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. നിങ്ങൾ കൈകോർത്ത് പിടിച്ച് മക്കളെ, നിങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങളുടെ നേരെ കൈ നീട്ടി. ഇവർ മാത്രമല്ല കേട്ടോ, ഒരു വലിയ സമൂഹം കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിൽ എഴുന്നേക്കണം. ഈ ചർച്ചിൽ വലിയൊരു കുഞ്ഞുങ്ങളുടെ വലിയൊരു മൂവ് ഉണ്ടാകണം. ആ മൂവിൽ ഇവിടെ കൂട്ടുകാരൊക്കെ ആകർഷിക്കപ്പെടണം. യുവാക്കൾ വരണം, യുവതികൾ വരണം. എൻ്റെ പ്രാർത്ഥനാ വിഷയം അതാണ്. വലിയ ഉണർവുണ്ടാകണം, വലിയൊരു ഉണർവുണ്ടാകാൻ പോവുക. അത് നിങ്ങൾ വിശ്വസിക്കണം. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ അപ്പം ഇവിടെ ചർച്ച ഇപ്പോൾ ഇല്ലാത്ത മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അവരെ ദൈവം ഒന്ന് കത്തിക്കണം. എവിടാണോ അവിടെ തൊടണം. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വന്നങ്ങ് ആർക്കണം. അവരെ ആർക്ക് തുള്ളിച്ചാടുന്ന കാണുമ്പോൾ നമ്മൾക്ക് കരച്ചിൽ വരും. കാരണം നമ്മൾ കൊതിച്ചത് അതല്ലേ, നമ്മൾ കൊതിച്ചത് അതല്ലേ. ഈ മക്കളില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ചർച്ച്? മക്കളില്ലെങ്കിൽ എന്തിനീ ആലയം? മക്കളില്ലെങ്കിൽ എന്തിനീ വലിയ AC? മക്കളില്ലെങ്കിൽ എന്തിനീ സൗണ്ട് സിസ്റ്റം? മക്കളില്ലെങ്കിൽ എന്തിന് നമുക്ക് ഇത്രയും വലിയ സംവിധാനങ്ങൾ? കർത്താവേ, അവർ വരണമേ. ഈ പുത്തൻകുരിശിൻ്റെ ഹാലേലുയ എറണാകുളം ജില്ലയുടെ എല്ലാ മുക്കിലും മൂലയിലും യുവാക്കളുടെ വലിയ ഉണർവ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഒരു വലിയ യുവ സൈന്യം എഴുന്നേക്കട്ടെ. അതിനുവേണ്ടി ബാക്കിയെല്ലാം മറന്നേ, നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളെല്ലാം മറന്നേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ വലിയ ഉണർവുണ്ടാകാൻ. രപാലകമ്പം, ബടകത്താനം, ബത്തുരിപാനം. അത് ഇന്ത്യ മുഴുവൻ ഉണ്ടാകട്ടെ. അത് ഇന്ത്യ മുഴുവൻ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ജൻസിക്കിടയിൽ വലിയൊരു ഉണർവുണ്ടാകട്ടെ. 97 ശേഷം ജനിച്ച മക്കൾ ഉണരട്ടെ. 2012 ശേഷം ജനിച്ച മക്കൾ ഉണരട്ടെ. ആൽഫ ഉണരട്ടെ. ഋബാലബര, അവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. അവർ ദർശനങ്ങൾ കാണട്ടെ. അവർ വെളിപ്പാട് കാണട്ടെ. യേശു അവരോട് നേരിട്ട് സംസാരിക്കട്ടെ. യേശു അവരോട് നേരിട്ട് സംസാരിക്കും. നേരിട്ട് അവർക്ക് ഭയങ്കര എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. അവർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ. അവർ കരയുന്നവരായി മാറട്ടെ. അവർ വചനം വായിക്കുന്നവരായി മാറട്ടെ. ഈ കുഞ്ഞുങ്ങളെല്ലാം ഉണർത്തണമേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വലിയൊരു ഉണർവ്, കുഞ്ഞുങ്ങളുടെ മാത്രം ഈ സഭയിലുള്ള കുഞ്ഞുങ്ങളല്ല, ഒത്തിരി കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഒരു വെളിച്ചം പോലെ കത്തട്ട് ദൈവപ്രവൃത്തി കത്തട്ട്. അംദൽഖാരം ശബനകരംധം
കർത്താവേ, ഞങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, എല്ലാ കൊച്ചുമക്കളെ ഓർക്കുന്നു. ഇന്ന് ഉണർവിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന കൂട്ടായ്മകൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന മക്കൾ, കർത്താവ് അവരോട് നേരിട്ട് സംസാരിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, ക്രൂശിക്കപ്പെട്ടവൻ അവരെ ആകർഷിക്കണമേ. അവരെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി മാറണമേ. ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന മാതാക്കൾ, പിതാക്കന്മാർ അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കുഞ്ഞുങ്ങളെ ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ ഒന്ന് തൊടണമേ. ഒരു തലമുറ എഴുന്നേൽക്കണമേ. അധികാരത്തോടെ, അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങൾക്ക് ആർക്കാൻ കുഞ്ഞുങ്ങൾ വേണം കർത്താവേ. അവരാർക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് കരയണം സന്തോഷം കൊണ്ട്. അവരാർക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് കൺകുളിർക്ക കണ്ട് കരയണം ദൈവസന്നിധിയിൽ നന്ദിയോടെ. കാരണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ കൊതിച്ചത്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്, അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിലവിളിച്ചത്. അവരാർക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പാകെ കാണണം. അത് കൊതിക്കുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ആർക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത്, മണിക്കൂറുകൾ ആരാധിക്കുന്നത്, തുള്ളിച്ചാടി ആരാധിക്കുന്നത്, റബനം ഘടകം വടകനഭാരം അന്തരജാനം വൈഡപരന്തം ദേരികരച്ചം വേദിക്കട്ടി വത്തുരികട്ടി അന്തൽക്കാന റികനം ദേരി അടകനരാജം വൈഡപരന്തം ദേരികരച്ചം വേദികരച്ചം. ഒരു തലമുറ എഴുന്നേക്കട്ടെ. കർത്താവേ, പുത്തൻകുരിശിൽ കുഞ്ഞുങ്ങളുടെ വലിയൊരു ഉണർവുണ്ടാകട്ടെ. നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരുന്ന് ആരാധിക്കട്ടെ, സ്നാനപ്പെടട്ടെ, ദൈവവേലയ്ക്ക് തീരുമാനിക്കട്ടെ, മിഷണറിമാരായി എഴുന്നേക്കട്ടെ. അവിടെ ദൈവ ഭയത്തിൽ അവർ എഴുന്നേക്കട്ടെ. മനുഷ്യ ഭയങ്ങൾ യേശുവിനെ കുറിച്ച് പറയാനുള്ള ശങ്ക മാറട്ടെ. അവിടെ ധീരമായി അവർ യേശുവിൻ്റെ സാക്ഷികളാണെന്ന് പറയട്ടെ, രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയട്ടെ, ബോണഗേനാന്ന് പറയട്ടെ, വിശ്വാസിയാണെന്ന് പറയട്ടെ. ആ ഉണർവിന് വേണ്ടി കരയുവാൻ ഞങ്ങളുടെ തലയെ വെള്ളവും ഞങ്ങളുടെ കണ്ണിനെ കണ്ണീരിറവുമാക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവാൻ ഞങ്ങളുടെ തലയെ വെള്ളമാക്കണമേ, ഞങ്ങളുടെ കണ്ണിനെ കണ്ണീരിറമാക്കണമേ. ഞങ്ങളുടെ ജനറേഷനും ഇതാ വീതിയുടെ തലയ്ക്കൽ അവങ്കിലേക്ക് കൈമലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അന്തനെ റിബനെ ശബനെ അർഗല റിഗന റബന ഹത്തന രഗന്ധര ഉഡാന കശ്യാം ധനദ രഗന്ധര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. റിബനം ദിഗനം രഗജം രബനം ശകനം ദിഗനം രഗജം ധാരം ധേരം ദീപരം അന്തം വൗഡവരാജം വൈഡവരന്തം രഗജകരാജം അത്തുരി ജാനം വൈഡക്കേരി ഹട്ടക്കാന റിക്കല ഘടകം. ഉണർവുണ്ടാകട്ടെ, 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 ഉണർവുണ്ടാകട്ടെ. ദേശമെല്ലാം ഉണരട്ടെ, യേശുവിനെ അറിയട്ടെ. മക്കൾ ഉണരട്ടെ, കുഞ്ഞുങ്ങൾ ഉണരട്ടെ, ചെറുപ്പക്കാർ ഉണരട്ടെ. കുഞ്ഞുങ്ങളെ ഉണർത്തണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉണർത്തണമേ. അന്തരജാനം ദേരിപരക്ഷം വേദികരാജം പീഡപരന്തം അർഗൽകാരം ശകനം ദിഗനം രഗജം ദഗനം ധാരം ധേരം 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 ധേർ ഋഗനം ശകന രഗജ രംദ രഗജക രാജ. കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ,
ഈ ആൺമക്കൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സഭയാം കുടുംബത്തിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇടയിൽ കത്തുന്ന ഒരു അഗ്നി, നിലനിൽക്കുന്ന ഒരു അഭിഷേകം, നിലനിൽക്കുന്ന ഒരു ഉണർവ് കർത്താവേ, ആഴമേറിയ പാപബോധം, ദൈവത്തോടുള്ള വലിയ സ്നേഹം അവരിലൂടെ അനേക കൂട്ടുകാർ യേശുവേ ഇവിടേക്ക് വരട്ടെ. 4 ദിക്കിലേക്കും കൈനീട്ടി പ്രാർത്ഥിച്ച്, 4 ദിക്കിലേക്കും കൈനീട്ടി പ്രാർത്ഥിച്ച്, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ആലയത്തിൽ വരട്ടെ. ഈ കൂട്ടുകാർ പോയിട്ട് ഒത്തിരി കുഞ്ഞുങ്ങളെ കൊണ്ടുവരട്ടെ. ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങൾ വരാൻ വേണ്ടി പ്രാർത്ഥിച്ച്, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് വിശ്വാസത്തോടെ നിങ്ങളുടെ കരങ്ങൾ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ചെല്ലട്ടെ. ഓരോ കോളേജിലേക്കും ചെല്ലട്ടെ, ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും ചെല്ലട്ടെ, ഓരോ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ചെല്ലട്ടെ. ഈ കുഞ്ഞുങ്ങളിലൂടെ ഒത്തിരി കൂട്ടുകാർ, ആ കൂട്ടുകാരിലൂടെ ഒത്തിരി വീട്ടുകാർ, കുഞ്ഞുങ്ങളിലൂടെ ഒത്തിരി കൂട്ടുകാർ, ആ കൂട്ടുകാരിലൂടെ ഒത്തിരി വീട്ടുകാർ. യേശുവേ 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 യേശുവേ, ഉണർവ് കുഞ്ഞുങ്ങളെ ഉണർവ് നടക്കണം. ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഷബ ലകതന ഹംദന റബനക്കടകം വടകം ഭാരം ധേരം യേശുവേ, വലിയ ഉണർവ്. ആർക്കാം കുഞ്ഞുങ്ങൾ വേണം കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ആർക്കണം. വലിയ ഉണർവുണ്ടാകണം മക്കളുടെ. എറണാകുളം പട്ടണത്തിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഒരു മിനിറ്റ് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ച്, വീണ്ടും 4 ദിക്കിലേക്കും കൈനീട്ടി ആത്മാവിൽ പ്രാർത്ഥിച്ച്, 4 ദിക്കിലേക്കും കൈനീട്ടി ആത്മാവിൽ പ്രാർത്ഥിച്ചു. തെക്ക് വടക്ക് കിഴക്ക് യെശയ്യാ 43 തെക്ക് തരിക, വടക്കിനോട് തടഞ്ഞു വെക്കരുത്, കിഴക്ക് പടിഞ്ഞാറ് ശേഖരിക്കുക. യേശുവിൻ്റെ ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ സ്വീകരിപ്പാൻ, ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ആശിഷമാരി അയക്കേണമേ. ഈ ശിഷ്യരാ നിന്ദാസരിന്മേ ആശിഷമാരി അയക്കേണമേ. ഈ ശിഷ്യരാ നിന്ദാസരിന്മേ ഉണർവിൻ. ഞങ്ങൾ നാഥ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ. ആമേൻ നാഥ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ഉണർവിൽ ഞാൻ തടസ്സമാകല്ലേ എന്നൊന്ന് പ്രാർത്ഥിച്ച്. ഞാൻ തടസ്സമാകല്ലേ. ഞാൻ എൻ്റെ ഈഗോ ഒരിക്കലും ഒരു ഉണർവിനെ ബ്ലോക്ക് ചെയ്യല്ലേ. രണ്ടാമത്തെ കാര്യം, ആ ഉണർവിൻ്റെ ചരിത്രത്തിൽ ഞാനും എൻ്റെ മക്കളും കാണണമെന്ന് പ്രാർത്ഥിച്ച്. 1, ചരിത്രത്തിൽ നമ്മൾ കാണണം. 2, ഞാൻ തടസ്സമായ ചരിത്രം വേണ്ട കർത്താവേ. ഞാൻ തടസ്സമാകരുത്. നമ്മുടെ ഒരു ഈഗോയും ഉണർവിനെതിരെ വർക്ക് ചെയ്യരുത്, ദൈവസഭയെ വർക്ക് ചെയ്യരുത്. ഞാനില്ല, കർത്താവേ ഉള്ളൂ. ഞാനില്ലാത്ത ഉണർവ്, ഞാനെന്ന വ്യക്തിയില്ലാത്ത, എന്നാൽ നമ്മളുള്ള ഒരു ഉണർവുണ്ടാകണം. നമ്മൾ അവിടെ കുഞ്ഞുങ്ങൾ ആർക്കുന്നത് കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാവും പിതാവും കരയണം. ഒരിക്കൽ കരഞ്ഞതിൻ്റെ റിസൾട്ട് ഇവരാർപ്പാണ് നമ്മുടെ സന്തോഷം. അന്ന് നമ്മൾ കരയും സന്തോഷം കൊണ്ട്. ഇന്ന് നമ്മൾ കരയുന്നത് കണ്ണീര് കൊണ്ടാണെങ്കിൽ, ദുഃഖം കൊണ്ടാണെങ്കിൽ, അന്ന് നമ്മൾ സന്തോഷം കൊണ്ട് കരയും. സ്വോത്രം 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 സ്വോത്രം. അന്ന് നമ്മൾ സന്തോഷം കൊണ്ട് കരയും. ഈ ഹോള് നിറച്ച് കുഞ്ഞുങ്ങൾ ചാടിത്തുള്ളി ആരാധിക്കട്ടെ. ഹോള് നിറച്ച് കുഞ്ഞുങ്ങൾ ചാടിത്തുള്ളി ആരാധിക്കട്ടെ. ചാടിത്തുള്ളി ആരാധിക്കട്ടെ.
പുറയുന്നുകൊണ്ട് അമ്മമാർ കരയട്ടെ, പിതാക്കന്മാർ കരയട്ടെ. റപനം ശമനം ദിഗനം ആ ദിവസം വരട്ടെ.